മെഴുകുരുകുന്ന കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. കണ്ടാൽ ആകർഷിക്കുന്നതായിരിക്കാം, അതുപോലെ തന്നെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ ഒരു ന്യൂസ് പേപ്പർ കത്തിച്ചിട്ട് ആ പ്രതിമയുടെ മൂക്കിൻ്റെ അടിയിലേക്ക് പതുക്കെ പിടിച്ചു കൊടുത്താൽ, സ്തോത്രം, ഒരു നിമിഷം കൊണ്ട് മൂക്കൊന്നും പിന്നെ കാണിയല്ല. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ഷോക്കേസിലൊക്കെ ഭയങ്കര വില കൂടിയ സാധനങ്ങളെ വയ്ക്കുന്നുണ്ട്. പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സമ്പന്നരായ ഞങ്ങളുടെ നാട്ടിൽ 1-2 വീടുകളിൽ അന്നത്തെ കാലത്ത് അവരുടെ ഷോക്കേസിൽ ഈ പ്ലാസ്റ്റിക് കൊണ്ട് മെഴുകുകൊണ്ടുണ്ടാക്കിയ ഫ്രൂട്ട്സ്, ആപ്പിള്, ഓറഞ്ച്, ഏത്തക്ക ഒക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടായിരിക്കും പഴയ ആളുകൾ. ഇപ്പോഴത്തെ പിള്ളേർ കാണിയല്ല. ഓറഞ്ച്, ആപ്പിളൊക്കെ നമ്മൾ ഒറിജിനൽ കണ്ടിട്ടില്ല, ഇതേ കണ്ടിട്ടുള്ളൂ. അത് കാണാൻ വേണ്ടി മാത്രം ചിലപ്പോൾ അവിടെ പോയി നിൽക്കാറുണ്ട്. ഞാൻ ഈ കുമ്പനാട്ട് പഠിക്കാൻ വന്നതിന് ശേഷമാണ് ശരിക്കും ആപ്പിളൊക്കെ കണ്ടത്. ഈ സാധനം കാണാൻ വേണ്ടി പോയി നിൽക്കും. ചിലപ്പോഴൊക്കെ അവിടെ പാവയ്ക്ക, ഏത്തക്കയൊക്കെ അതുപോലെ തന്നെ കാണും. സ്തോത്രം, ഉണ്ടാക്കി വെച്ചേക്കാം. ചിലപ്പോൾ ഇത് പതുക്കെ നല്ല ഏത്തക്കയാണ്, പക്ഷേ ഇത് ഉരുകിയാൽ ചിലപ്പോൾ കോവയ്ക്കയായി മാറും. മെഴുകുരുകിയാൽ ഉണ്ടാകുന്ന പ്രശ്നം അവിടെ സ്തോത്രത്തിൽ വെള്ളം കിടക്കുന്നുള്ളതല്ല. മെഴുകുരുകുമ്പോൾ അതിൻ്റെ ബലം കെടും. 1, 2 അതിൻ്റെ ഷേപ്പ് പോകും. ഏത് ഷേപ്പിലാണെങ്കിലും ഷേപ്പ് പോകും. ഇന്ന് രാത്രി നിങ്ങൾ ആകമൊഴിഞ്ഞ് വിശ്വസിക്കണം, ഏത് രൂപത്തിൽ പ്രശ്നങ്ങൾ നിന്നാലും ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് അതിൻ്റെ രൂപം കളഞ്ഞിരിക്കും ദൈവം. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ, സഭയെ, കുടുംബങ്ങളെ, തലമുറകളെ ജീവിതത്തിന് മുമ്പിൽ വല്ലാതെ ഭാരപ്പെടുത്തുന്നതിൻ്റെ രൂപമൊന്നും പറയാൻ എനിക്കറിയില്ല. ഏത് നിലവാരത്തിലാണെങ്കിലും, അത് ഏത് വിധത്തിലാണെങ്കിലും അതിൻ്റെ രൂപത്തെ നിങ്ങളുടെ ശരീരത്തിനകത്ത് വൈദ്യൻ പരിശോധിച്ച് അതിന് ഇന്ന രൂപമാണെന്ന് പറയപ്പെട്ടിരിക്കുന്ന അളവും തൂക്കവും പറഞ്ഞു തന്നിരിക്കുന്ന വിഷയങ്ങൾ പോലും ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ മെഴുകുരുകുന്നത് പോലെ അതിൻ്റെ ഷേപ്പ് പോലും അവിടെ ഉള്ളാത്ത രീതിയിൽ മാറ്റാൻ കഴിയുന്നതാണ് ദൈവ സാന്നിധ്യം. അതിന്ന് രാത്രികാലം എൻ്റെ പ്രസംഗത്തിൻ്റെ കുറിവാക്യത്തിന് മുമ്പ് സ്തോത്രം, ഇതിനകത്ത് ചിലരെങ്കിലും ഒന്ന് കൊതിക്കാമോ? അങ്ങനെയാണെങ്കിൽ ദൈവമേ, ഈ രാത്രി കേൾക്കുന്ന വചനത്തോടുകൂടെ ആ സാന്നിധ്യം ഒന്ന് വെളിപ്പെട്ടാൽ ചില വിഷയങ്ങൾ ഇനി ഷേപ്പ്ലെസ് ആയിക്കോളും. അവിടെ ആ രൂപത്തിൽ ഇനി കാണിയല്ല. ഇതൊരു ആത്മീക യോഗമാണ്, ഇതൊരു സുവിശേഷ യോഗമാണ്, ഇത് അത്ഭുത മന്ത്രിയെ ഉയർത്താൻ വേണ്ടി കെട്ടിയ പന്തലാണ്. ഇതിന് കീഴെ ആ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ഉരുകി തീരണം. രാത്രി ആശീർവാദം പറയുമ്പോഴേക്ക് ആ വിഷയങ്ങളെ മെഴുകുരുകുന്നത് പോലെ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. ഇനി അതവിടെ ഉണ്ടാകരുത്. നീ തിരിച്ചു ചെല്ലുമ്പോൾ അത് ഏത് മേഖലയിലാണെങ്കിലും അതിനെ ഇല്ലാതാക്കാൻ, ഷേപ്പ്ലെസ് ആക്കാൻ, നിർവീര്യമാക്കാൻ, അതിനെ ബലം കെടുത്തി കളയാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കഴിയും. രാത്രി ഏറ്റവും അധികം പ്രതീക്ഷിക്കേണ്ടത് ദൈവ സാന്നിധ്യമാണ്. കണ്ണടച്ചൊരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് തിരുവചനത്തിൻ്റെ തെളിവുകളിലേക്ക് നമുക്ക് പോകാം. എല്ലാം കണ്ണുമടച്ച് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഈ 2 കാര്യങ്ങൾ അല്ല, അതിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് സ്തോത്രം, ഹല്ലേലൂയ, ദൈവപ്രവൃത്തിക്കെല്ലാം ഒരു അന്തരീക്ഷം ആവശ്യമാണ്. കർത്താവ് ഇറങ്ങി വരണം. സ്തോത്രം, ഈ പന്തലൊക്കെ കെട്ടി പ്രാർത്ഥിച്ചു. കർത്തൃദാസൻ ആ സ്തോത്രം ആരംഭത്തിൽ ഓർപ്പിച്ചു. ഈ പ്രദേശത്തെല്ലാം പരസ്യങ്ങൾ നടത്തി, യോഗത്തിൻ്റെ ഒരു മുന്നോടിയായി പ്രാർത്ഥനകൾ നടത്തി, ക്രമീകരണങ്ങൾ ചെയ്തു. ഇതെല്ലാം ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ദൈവസന്നിധിയിൽ പ്രയത്നിച്ച പ്രയത്നങ്ങളാണ്. അതെല്ലാം കണക്കിടുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ നടുവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവം ഇറങ്ങി വന്നാൽ അത് ദൈവസന്നിധിയാകും. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആരംഭിക്കും. അവിടെ വരെ എത്തണം യോഗം, എങ്കിലേ ഇത് വിജയിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ രാത്രി ദൈവം അത് ചെയ്തോളും. ഇതിനകത്തിരിക്കുന്നവർ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി. ഈ രാത്രി ഒരു സാന്നിധ്യം വെളിപ്പെടണം, അത് സംഭവിക്കണം. അത് സംഭവിക്കുമ്പോൾ ചില ഹൃദയത്തിനകത്ത് കിടക്കുന്ന ധാരണകളെ പോലും ദൈവം ഉരുക്കിക്കളയും. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കിടക്കുന്ന തെറ്റിദ്ധാരണകൾ, ചില വാക്കുകളുടെ പോലും, സുവിശേഷത്തിലേക്ക് നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ചില ചിന്തകളെ പോലും വളച്ചൊടിച്ച് തെറ്റിദ്ധരിച്ച് അങ്ങനെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ചില ചിന്തകളെ പോലും പുക പതറിക്കുന്നത് പോലെ മനസ്സിനകത്തുനിന്ന് പതറിച്ച് കളഞ്ഞിട്ട് സത്യം വെളിപ്പെടാൻ ട്രാൻസ്പെറന്റ് ആയ ഒരു ഹൃദയം ഈ നാട്ടിൽ ചെറുക്ക് ദൈവം ഉണ്ടാക്കാൻ പോകുകയാണ്.
രാത്രി അത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അതിരുകടന്ന് വിശ്വസിക്കുകയാണ്. ഈ രാത്രി ഞാൻ എന്തിനാ പ്രസംഗിക്കുന്നത്, ഇവിടെ വരെ വന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല. ഇത് പറയുമ്പോൾ ഞാൻ ആത്മീകമായി വിശ്വസിക്കുന്നു, സ്വർഗത്തിന് ഇന്ന് രാത്രി ഇത് ചെയ്യാനാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് പ്രസംഗിക്കുന്നത്. സംഭവിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുനാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഈ രാത്രികാലം കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളും കർത്തൃദാസന്മാരുമാകുന്ന ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ആഗ്രഹിക്കുന്നു അങ്ങയുടെ മഹനീയ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരുമെന്ന്. അതിവിടെ വെളിപ്പെട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അക്കമിട്ട് പറയുന്ന വാക്കുകൾ ഞങ്ങളുടെ അകത്തുണ്ട്. ഈ പുസ്തകം കാലഹരണപ്പെട്ട പുസ്തകമല്ലാത്തത് കൊണ്ട് അത്യാധുനികമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇതിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് ഇത് ഫലിച്ചിരിക്കും. അത് ഈ പരിസരത്ത് എവിടെയെങ്കിലും വീട്ടിൻ്റെ തിണ്ണയിലിരുന്ന് കേൾക്കുന്നവരാണെങ്കിൽ പോലും ആ വീടുകൾക്കത് ഫലിക്കട്ടെ കർത്താവേ. ഈ കുടുംബം ഇവിടെ ചേർന്ന് ഈ കൺവെൻഷൻ ക്രമീകരിച്ചതൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ദൈവം അത് ചെയ്യണം. മറക്കാനാകാത്ത ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി ഉണ്ടാകണം. പരിശുദ്ധ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദാനിയേൽ പ്രവചനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് സുവിശേഷ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ദാനിയേൽ പ്രവചനം ദൈവദാസന്മാർക്കറിയാം, ഒരു രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ്. അതിനകത്ത് വിഷയങ്ങളെല്ലാം വലിയ ഗഹനമായ വിഷയങ്ങളാണ്, ക്ലാസ് എടുത്ത് പഠിക്കേണ്ടതാണ്. പക്ഷെ അത്രയും വലിയ കാര്യമൊന്നുമല്ല. സിമ്പിളായ 2 വാക്കുകൾ കിട്ടാൻ വേണ്ടി ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 27-ാമത്തെ വാക്യം ദയവായിട്ട് ഉച്ചഭാഷണിൽ കൂടെ വായിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കും. നിങ്ങളും ബൈബിൾ തുറന്ന വാക്യം ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. ദാനിയേൽ 6:27 വായിച്ചാട്ടെ. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അടുത്തത്, അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. മതി. ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു വാക്യമാണത്. വേദപുസ്തകത്തിനകത്ത് ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ആരെയാണത് ഫോക്കസ് ചെയ്യുന്നത്, ആരെ കേന്ദ്രീകരിച്ചാന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ബൈബിൾ ഒരു വലിയ വിഷയനിബിഡമായ ഗ്രന്ഥമാണ്. ഏതെങ്കിലും ഒരു യുദ്ധചരിത്രമോ ഒരു കുടുംബക്കാരുടെ ചരിത്രമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒറ്റപ്പെട്ട വിഷയമോ മാത്രം എഴുതാൻ വേണ്ടി ഉപയോഗിച്ച പുസ്തകമല്ല ബൈബിള്. ബൈബിളിനകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ വിശാലമായ പഠനവും ചിന്തയുണ്ട്. ഏതൊക്കെ വിഷയമാണോ മനുഷ്യനെ ബാധിക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം വിശുദ്ധ ബൈബിളിൽ ഒറ്റ ഗ്രന്ഥത്തിനകത്തുണ്ട്. കുടുംബജീവിതം എന്നൊരു വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിച്ചാൽ അത് ബൈബിൾ മാറ്റി വെച്ച് പഠിക്കാൻ പറ്റിയല്ല. കാരണം ബൈബിളിനകത്ത് കുടുംബജീവിതം എന്താണെന്ന് വ്യക്തമായി പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ പുസ്തകം ബൈബിളാണ്. പേരന്റിങ്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബൈബിള് മറച്ചു വെച്ചോണ്ട് ആ പഠനം പൂർത്തീകരിക്കാൻ പറ്റിയല്ല. കാരണം ഏറ്റവും പുരാതനത്വത്തോടെ തലമുറകളെ കുറിച്ച് അവരെ വളർത്തേണ്ടതിനെ കുറിച്ച് വേദപുസ്തകമാണ് ശക്തമായി പ്രതിപാദിക്കുന്നത്. അപ്പൊ ആ വിഷയം ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സ്തോത്രം. ആരാധന എന്ന വിഷയം, എന്താണ് ആരാധന, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഇതറിയണമെങ്കിൽ ബൈബിളിൽ വന്നേ പറ്റൂ. സ്തോത്രം. സ്വർഗമോ നരകമോ അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതമോ പൈശാചികമായിരിക്കുന്ന വിഷയം, എന്ത് വിഷയം, ഈ ബൈബിളിനകത്ത് എത്ര വിഷയങ്ങളുണ്ടെന്ന് പോലും ഇന്ന് വരെ ആരും തിട്ടപ്പെടുത്തിയിട്ടില്ല. സ്തോത്രം. എൻ്റെ അറിവിലില്ല, നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിൽ ബൈബിളിനകത്ത് ടോട്ടലി ഇത്രത്തോളം വിഷയങ്ങളുണ്ടെന്ന്. ബൈബിളിലെ മൊത്തം ആളുകളുടെ പേര് എഴുതിയ പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാരക്ടർ സ്റ്റഡി എന്ന് പറഞ്ഞ് ബൈബിളിലെ മുഴുവൻ ആളുകളുടെ പേരിൽ ഒരേ ടോപ്പിക്കായി എഴുതിയ പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വാക്കുകൾക്കകത്ത് എത്ര വിഷയങ്ങളുണ്ടെന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു പുസ്തകം ഇതുവരെ കണ്ടിട്ടില്ല. സ്തോത്രം. നിങ്ങളുടെ ചിന്തയിൽ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ പറ്റുമെങ്കിൽ നോക്ക്, ഒരായുസ് കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുമെങ്കിൽ തപ്പി നോക്ക് എത്രത്തോളം വിഷയമുണ്ട്. എങ്കിലും പുതിയ പുതിയ വിഷയങ്ങൾ അതിനകത്ത് ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അത്ര വിശാലമാണ് വിഷയം. യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, ദൂതന്മാര്, ദൈവം, സഭ, വിശ്വാസികള്, സ്തോത്രം, ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടെല്ലാം പഠിക്കാൻ പറ്റുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതിൽ ഈ വാക്യം ദൈവ കേന്ദ്രീകൃതമാണ്. ദൈവത്തെ കേന്ദ്രീകരിച്ച 3 പടികൾ അല്ലെങ്കിൽ 3 ഭാഗങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്.
നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല. 3 വാക്യങ്ങൾ. ഒന്നാമത്തെ ഭാഗം ദൈവം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ദൈവം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എന്താ? ദൈവം അവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുന്നു, രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. രണ്ടാമത് ആ വാക്യത്തിനകത്ത് പറയുന്നത്, സ്തോത്രം, രണ്ടാമത് ചെയ്യുന്നത്, ദൈവം ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ദൈവമല്ല. ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അവിടെ ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രിയിലും ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ, ഇത്ര തെളിഞ്ഞ മുഖത്തോടെ ഉള്ളു തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ആ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനാണ്. മൂന്നാമത്തത് ആ വാക്യം, ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതാണ്. അതൊക്കെ സ്തോത്രം ഒരു സഭായകത്തിന് പ്രസംഗിക്കാനുള്ള വകയുണ്ട്. സ്തോത്രം, എത്രയോ വാക്യങ്ങൾ എടുത്തുകൊണ്ട് പ്രസംഗിക്കാം, ഒരൊറ്റ വാചകം മാത്രം എടുത്താൽ മതി. മൂന്നാമത്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ദൈവം ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം, സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഇതൊരൊറ്റ പ്രസംഗത്തിനുള്ള വകയുണ്ടത്. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച്, സ്തോത്രം, ഒരു മാജിഷ്യനെ പോലെ ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന പരിപാടികൾ നടക്കുമ്പോൾ അതിനിടയിൽ വന്നുകൊണ്ട് മാസ്മരികമായിട്ട് ആളുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നടത്തിയിട്ട് പോയാൽ കയ്യടി വാങ്ങിക്കാന്നുള്ളൂ, മനുഷ്യന് ഗുണമൊന്നുമില്ല. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ ആളുകൾക്ക് പ്രയോജനമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ വാക്യം നിർത്തുന്നത്. ദൈവം രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനും ആയതുകൊണ്ട് ആർക്ക് ഗുണം? ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് കൊണ്ട് ആർക്ക് ഗുണം എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കൺക്ലൂഷനാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അങ്ങ് അകലെ ഇരിക്കുകയല്ല, രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവനായിക്കൊണ്ട് ഏതെങ്കിലും ചില്ലുമേടയിൽ ഇരിക്കുകയല്ല. ആ തനിക്കുള്ളവർ എവിടെയെങ്കിലും ഒതുക്കപ്പെട്ടാൽ അവിടെ ഇറങ്ങി വന്നവരെ സ്തോത്രം രക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം തീർക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി വേദപുസ്തകത്തിൽ ഈ വാക്യം പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, ഈ കാലഘട്ടത്തിൽ ഇങ്ങ് നടക്കാൻ പറ്റാത്തതോ പണ്ട് പുണ്യപുരാതന കാലത്ത് നടന്നതല്ല. 2026 4-ാം തീയതി രാത്രി വിശ്വസിക്കാമെങ്കിൽ ഇവിടെ നടക്കാൻ, ഇവിടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് 3 ദിവസമായിട്ട് ഇവിടെ ഉയർത്തുന്നത്. ഈ അവസാന രാത്രി ചിലരെ രക്ഷിച്ചിട്ട് പോകാനാണ് ദൈവം പ്ലാൻ ചെയ്യുന്നത്. ദൈവത്തിന് അതിന് കഴിവുണ്ട്, ദൈവത്തിന് അതിന് കരുത്തുണ്ട്. 3 വാക്കുകൾ, 3 പ്രസംഗത്തിനുള്ള വകയാണ്. പക്ഷെ അതെല്ലാം കയറി പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആദ്യത്തെ ഭാഗം മാത്രമാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ ഭാഗം, സ്തോത്രം, ദൈവം രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവനാണ്. രക്ഷിക്കുകയും വിടുവിക്കുന്നവൻ ചെയ്യുന്നവനാണ്. ഇത് പറഞ്ഞത് ആരാന്നറിയാമോ? ഞായറാഴ്ച സഭായോഗത്തിൽ സ്തോത്രഹല്ലേലൂയ ഏതെങ്കിലും കൊച്ചു കാര്യത്തിനകത്ത് ചെറിയൊരു വിടുതൽ കിട്ടിയ നമ്മുടെ ചർച്ചിലെ ഒരു പാവപ്പെട്ട വിശ്വാസി സഭായോഗത്തിനിടയിൽ സമയം കൊടുത്തപ്പോൾ തൂണേച്ചാരി നിന്ന് ഇടറുന്ന സ്തോത്രം കണ്ണത്തോടെ അല്ലെങ്കിൽ ഇടറുന്ന വാക്കുകളോടെ പറഞ്ഞൊരു സാക്ഷ്യമല്ല ഇത്. ഇത് പറഞ്ഞത് പണ്ടത്തെ പേർഷ്യൻ രാജ്യത്തെ ചക്രവർത്തിയായിരുന്ന ദാരിയാവേശാണ് പറഞ്ഞത്. ഈ ദാനിയേൽ സേവിക്കുന്ന ദൈവത്തിനൊരു കഴിവുണ്ട്. ആ ദൈവത്തിന്റെ കഴിവിൽ ഒന്നാണ്, ഈ ദൈവം വെറുതെ കുത്തിയിരിക്കുന്ന ദൈവമല്ല, ഈ ദൈവം രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു അന്യജാതിക്കാരൻ രാജാവ് ഈ കാര്യം മനസ്സിലാക്കാൻ ഒരു ഭക്തനായ മനുഷ്യൻ ഇച്ചിരി തീവ്രത അനുഭവിക്കേണ്ടി വന്നു, ഇച്ചിരി നൊമ്പരങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, ഇച്ചിരി ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നു, ഒരു രാത്രി സിംഹക്കൂട്ടിൽ കിടക്കേണ്ടി വന്നു, സ്തോത്രം, എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെടേണ്ടി വന്നു, ഒറ്റപ്പെടേണ്ടി വന്നു. പക്ഷേ അതിന്റെയൊക്കെ പുറകിൽ ഒരു ഭക്തൻ സഹിക്കുന്ന സകല അകാരണമായ വേദനയുടെ പുറകിൽ സ്വർഗം ചിലത് കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയാം, നീ അകാരണമായിട്ടാണ് ചിലത് അനുഭവിച്ചതെങ്കിൽ അതിന്റെ പുറകിൽ നിന്റെ ദൈവം ആരാണെന്ന് ചെറിയവരല്ല വലിയവർ അറിയാൻ പോകുകയാണ്. രക്തത്താലെ ജയം. ഹല്ലേലൂയ. രാജാവ് സ്തോത്രം ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്നവൻ സ്തോത്ര സമൂഹത്തിന്റെ മധ്യത്തിൽ പരസ്യമായി പറഞ്ഞു, ഇവരാരാധിക്കുന്ന ദൈവം രക്ഷിക്കുകയും
വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഏറ്റവും അധികം ബൈബിളിൽ ഉപയോഗിക്കുന്ന, ഒരുപക്ഷെ ദൈവമക്കളായ നമ്മളെ ഏറ്റവും കേട്ടിട്ടുള്ള, കർത്തൃദാസന്മാരായ നമ്മളെ ഏറ്റവും അധികം പ്രയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് രക്ഷയും വിടുതലും. സ്തോത്രം. രക്ഷയും വിടുതലും ഏറ്റവും അനിവാര്യമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ രണ്ട് പദ്ധതികൾ. ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, കുറ്റം ചെയ്യുന്നതിനെല്ലാം ശിക്ഷിച്ച്, സ്തോത്രം, കുറ്റവാളികളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല. ഇപ്പം ന്യായവിധിയൊക്കെ ഉണ്ട്, അതൊക്കെ ദൈവം ചെയ്യും. പക്ഷെ ഇന്ന് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി ഏതെങ്കിലും വിധത്തിൽ മനുഷ്യനെ രക്ഷിക്കുക എന്ന് പറഞ്ഞ വാക്ക് തെറ്റിദ്ധരിക്കരുത്. ദൈവം അതിൻ്റെ പദ്ധതിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം രക്ഷപ്പെടാൻ ഒരു പഴുതില്ലാത്ത ആരെങ്കിലും, പലതും ശ്രമിച്ചിട്ടും പലരെ ചാരിയിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അവസാന രാത്രി ഇവിടെ നിന്ന് ആത്മാവിൽ പറയാം, നിങ്ങൾ കടുങ്കൈ ഒന്നും ചെയ്യരുത്, ഇല്ലാത്ത കാര്യങ്ങൾക്കൊന്നും ചിന്തിക്കരുത്. ഞാൻ ആരെയോ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയാ, ഏത് വിധത്തിൽ, അതിന് മതവും ജാതിയും ഒന്നുമില്ല. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ സ്തോത്രം, നിങ്ങളെ രക്ഷിപ്പാൻ സന്നദ്ധനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ച് പറയാനാണ് ഇന്ന് രാത്രി ഇത്രയും പേര് ഇവിടെ കൂടി വന്നത്. മൈക്കെൻ്റെയിൽ മാത്രമുള്ളെങ്കിലും ഈ രാത്രി അത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കള്, സ്തോത്രം, ഇത് സത്യമാണെങ്കിൽ ഏതോ ആരെയോ ദൈവം ലക്ഷ്യമാക്കിയിട്ടുണ്ട്. നിങ്ങളത് മനസ്സിൽ കാണ്. ഞാൻ പ്രസംഗിക്കുന്നത് ആകാശത്തേക്ക് വെടിവെക്കുന്ന പോലെ അല്ല. ഞാൻ മനസ്സിൽ കാണുന്നു, സ്വർഗം ആരെയോ കണ്ടിട്ടുണ്ട്. രക്ഷ ആവശ്യമുള്ള ആരോ. എൻ്റെ നാടല്ലിത്, നിങ്ങളുടെ നാടാണ്. ഈ പരിസരത്ത് എവിടെയോ രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ലാത്ത, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ചിലരുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെ, കടം തീരുന്നത് എങ്ങനെ, ഈ അഗാധ കയത്തിൽ നിന്ന് കയറി വരാൻ നിവർത്തിയില്ലാത്ത ആരോ ഉണ്ട്. അവരെ ഞാൻ ആത്മാവിൽ പേറിക്കൊണ്ട് പറയാം, സഹോദരാ, നീ ഭാരപ്പെടരുത്. ഞങ്ങളെയൊക്കെ രക്ഷിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം ജീവിക്കുന്നു. ആ ദൈവം പണി നിർത്തിയിട്ടില്ല. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവനാണെന്ന്. രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവനാണ്. എന്താണ് രക്ഷ? എന്താണ് വിടുതൽ? ദൈവശാസ്ത്രപരമായി ആ വാക്കിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഭാഷാ ശൈലിയിൽ, അഥവാ ദൈവ തിയോളജിയുടെ പ്രധാനപ്പെട്ട നിലവാരത്തിനകത്ത് ആ വാക്കുകളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത് ഒരു കൺവെൻഷൻ വേദിയിൽ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന ശ്രോത്രയോഗമാണല്ലോ കൺവെൻഷൻ. അവിടെ നമ്മൾ വലിയ വാക്കും അതിൻ്റെ പദമൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിനകത്ത് യുക്തിയില്ലെന്നാണ് എന്നെ പ്രസംഗം പഠിപ്പിച്ച ആൾ എന്നെ പറഞ്ഞു വിട്ട് പഠിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ പദങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക, അതേ കൺവെൻഷന് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിനപ്പുറത്തേക്കൊക്കെ വേണമെങ്കിൽ വലിയ ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ച് അവിടെയൊക്കെയാണ് രക്ഷയുടെ ഗ്രീക്ക് എന്താ, ഹീബ്രു എന്താന്നൊക്കെ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഇപ്പോൾ ഗ്രീക്കും ഹീബ്രുവും പറഞ്ഞ കഥയില്ലല്ലോ. സാധാരണക്കാർക്ക് എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാം, രക്ഷയും വിടുതലും ഒന്നല്ല. ഒന്നായിരുന്നെങ്കിൽ ഒരു വാക്ക് എഴുതിയാൽ മതിയായിരുന്നു. ഈ വാക്യത്തിൽ മാത്രമല്ല, നിങ്ങൾ വാക്യങ്ങളെ സെർച്ച് ചെയ്യുന്ന, ഇങ്ങനെ ഒരു സംഭവമൊക്കെ കണ്ടു കിട്ടിയാൽ, ഒരു ധാരണ കിട്ടിയാൽ അതിനെ കുലങ്കുക്ഷമായി പരിശോധിച്ച് സ്തോത്രം റിസർച്ച് ചെയ്യുന്ന ദൈവദാസന്മാരും ദൈവമക്കളുമാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, സ്തോത്രം, നിങ്ങൾ വേദപുസ്തകം പരിശോധിക്കുക. ഇപ്പോൾ അത് പരിശോധിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മുടെ ഈ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു വാക്ക് ബൈബിളിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ ബൈബിളിൽ എത്ര ഇടത്തുണ്ടോ അത് മുഴുവനും കൂടി ഇറങ്ങി വരുന്ന സൂത്രമൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ അതിന് വേണ്ടി പണ്ടത്തെ പോലെ ഒരു ആയുസ് തപ്പുമൊന്നും വേണ്ട. അന്വേഷിക്കാൻ ഈസിയായൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, രക്ഷയും വിടുതലും എന്നൊരുമിച്ച് പറയുന്ന അനേക വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. സ്തോത്രം. രണ്ട് വാക്കും കൂടി ചേർന്ന് വരുന്ന അനേക ഭാഗങ്ങൾ. പക്ഷേ ഇത് രണ്ടും ഒന്നിച്ചു വരുന്ന പല വാക്യം ഉണ്ടെങ്കിലും രണ്ടും ഒന്നല്ല. ഇത് രണ്ടും രണ്ടാണ്. എന്താണ് രക്ഷ, എന്താണ് വിടുതൽ എന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ തരേണ്ടതിന് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. 1, 2, 3, 4, 5 തെളിവുകൾ ആ കാര്യത്തിന് വേണ്ടി പറയാനുണ്ട്. 1, 2 കാര്യങ്ങൾ പറയുമ്പോഴേക്കും നമ്മുടെ സമയം തീരാനാണ് സാധ്യത പൊതുവിൽ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ ഈ ഭാഗം തന്നെ വിശദീകരിച്ചുകൊണ്ട് ആ തെളിവിലേക്ക് പോകാം. സ്തോത്രം. കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ ഈ വാക്ക് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ദാനിയേലിനെ സിംഹക്കുഴിക്കകത്തിട്ടിട്ട് നേരം വെളുത്തപ്പോൾ സിംഹം ദാനിയേലിനൊരു കേടും വരുത്താതിരുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വാക്ക് രാജാവ് പറയുന്നത്.
ദാനിയേൽ പ്രവചനത്തിനകത്ത് 2 വിഷയത്തിനാണ് വലിയ പ്രയാസങ്ങൾ നേരിട്ടത്. 2 വിഷയത്തിലാണ്. ഒന്ന് ആരാധന എന്ന കാര്യത്തിലും, 2 പ്രാർത്ഥന എന്ന കാര്യത്തിലും. എപ്പോഴും നിങ്ങൾ ഓർത്തോളണം, ഈ 2 കാര്യത്തിനാണ് എപ്പോഴും പൈശാചിക ലോകം ഭയങ്കരമായിട്ട് എതിർ നിൽക്കുന്നത്. ഇത് 2 ഇല്ലാത്ത വിശ്വാസിയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ഇവിടെ അങ്ങ് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. സ്തോത്രം. ആരാധന ആത്മീകമായിട്ട് അതിനകത്തൊരു സത്യസന്ധതയുണ്ട്, അതിനൊരു ഡിമാൻഡുണ്ട്, അതിനൊരു വ്യവസ്ഥയുണ്ട്. അതിൽ നിന്ന് വ്യതിചലിക്കാതെ ആരാധനയെ വലുതായി കാണുന്നവൻ ചിലപ്പോൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ. പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ് അധികാരിയായിരിക്കുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്, വലിയ 50 മുഴം വലിപ്പമുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട്, ഒരു വലിയ സ്തംഭം ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹം ഒരു നിയമം പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്നൊക്കെ പിന്നീടുള്ള കാര്യം. രാജാക്കന്മാർ പോലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് അറിഞ്ഞില്ല. അവർക്ക് തോന്നും അങ്ങ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. അവർ തീരുമാനിച്ചു. സ്തോത്രം. അദ്ദേഹം തീരുമാനിച്ചു, ഈ വിഗ്രഹത്തെയാണ് ആരാധിക്കാവൂ, വേറെ ഒന്നിനെ ആരാധിക്കരുത്. തമ്പുരും കുഴലും ഇതൊക്കെ മീട്ടുന്ന സമയം ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾ ഇതിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കണം. നിങ്ങൾ ആ രംഗം ഒന്ന് കാണുക. രാജ്യം മുഴുവൻ വന്നിരിക്കുക, മഹത്തുക്കളും പ്രഭുക്കന്മാരുമാണ് വരേണ്ടത്. സ്തോത്രം. അവരെല്ലാവരും വന്ന് വരിവരിയായി നിന്ന് ഓരോരുത്തർ അതിനെ ഈ പശ്ചാത്തലങ്ങൾ ഒരുങ്ങുമ്പോൾ വീണ് നമസ്കരിക്കുകയാണ്. അങ്ങനെ വീണ് നമസ്കരിക്കുന്നതിൻ്റെ മധ്യത്തിൽ അവിടെ വന്നു പാർക്കുന്ന അടിമകളായി വന്നിരിക്കുന്ന എബ്രായ ബാലന്മാർ, അവര് സ്തോത്രം ഈ വിഗ്രഹത്തെ നമസ്കരിപ്പാൻ തയ്യാറായില്ല. സൺഡേ സ്കൂൾ സ്റ്റോറിയാണത്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും ആ കാര്യം ഒന്ന് പറഞ്ഞ് ഈ വാക്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അവർ ആരാധിക്കാൻ തയ്യാറായില്ല. അവരുടെ അടുക്കൽ വന്ന് സ്തോത്രം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടിയും പ്രസിദ്ധമാണ്. നെബൂഖദ്നേസറിനോട് പറഞ്ഞ വാക്കിതാണ്, രാജാവേ, ഈ കാര്യത്തെക്കുറിച്ച് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞത്. സ്തോത്രം. ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളെക്കുറിച്ച് ചിലരോട് മറുപടി പറയാതിരിക്കുക നല്ലത്. സ്തോത്രം. എല്ലാ ചോദ്യങ്ങളും അവർ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചോദിക്കുന്നത്. ചില ചോദ്യങ്ങളുടെ പുറകിലൊക്കെ ദുരുദ്ദേശം കാണും. പിന്നെ രാത്രികാലം ചിലരോട് ഉപദേശമായി പറയുന്നു, സ്തോത്രം, ചില ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പോകരുത്. രാജാവിനോട് പറഞ്ഞു, ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇതിനെ നമസ്കരിക്കാൻ തയ്യാറല്ല. സ്തോത്രം. അതിന്റെ കാരണം രാജാവിനോടുള്ള ധാർഷ്ട്യം കൊണ്ടോ മനസ്സിനകത്ത് ചെറുപ്പക്കാരുടെ ചോരത്തിളപ്പ് കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അല്ല. പിന്നെ എന്താ കാരണം? കുഞ്ഞുനാള് മുതൽ ആരെയാണ് ആരാധിക്കേണ്ടത്, ആരെ ആരാധിക്കരുത് എന്ന സത്യം ഇവർ അറിഞ്ഞുപോയി. അതറിയാതിരുന്നെങ്കിൽ ആരെയും കയറി നമസ്കരിക്കായിരുന്നു, ആരെയും ആരാധിക്കായിരുന്നു. പക്ഷെ സത്യം അറിഞ്ഞവർക്ക് ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത് എന്ന കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് എല്ലാരെയും ആരാധിക്കാൻ പറ്റിയേല. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാരെയും ആരാധിക്കാൻ പറ്റിയേല. അതുകൊണ്ട് സ്തോത്രം, ഇവര് ഈ വിഗ്രഹത്തെ ആരാധിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തീച്ചൂള 7 മടങ്ങ് വർദ്ധിപ്പിച്ച് അതിനകത്തിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. നിങ്ങൾക്കറിയാലോ. സ്തോത്രം. ആ ശ്രമം പരാജയപ്പെട്ടു. അതിനു വേണ്ടി കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ച് 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിച്ചു. പക്ഷേ തീയുടെ ബലം കെടുത്തുന്നവൻ, അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തീയുടെ ബലം കെടുത്തുന്നവൻ. ഇന്ന് രാത്രികാലം അവസാനം വരെ ഉറപ്പോടെ നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാം ചില വൻകിട ശക്തിയുടെ ബലം കെടുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്ക്. ഈ ആണ്ടിന്റെ ആരംഭ ദിവസങ്ങളല്ലേ. ഞാൻ പത്തനാപുരത്തെ വിശ്വാസ സമൂഹത്തെ നോക്കി, സഭകളെ നോക്കി പറയാം, കർത്താവിനെ ചാരി പിടിച്ചു നിൽക്ക്. കുറച്ചോടെ കഴിയുമ്പോൾ നിന്റെ ബലം ക്ഷയിച്ച് നീ ഒരു കണക്കിന് ചേമ്പെന്താള് പോലെ വാടി വീഴുന്നതല്ല കാണാൻ പോകുന്നത്. നിനക്കെതിരെ നിൽക്കുന്ന ചില വലിയ ശക്തികൾ അതിന്റെ ബലം കെടുന്നത് കാണാൻ പരിശുദ്ധാത്മാവ് ഈ ആണ്ടിൽ പ്രാർത്ഥിക്കുന്നവർക്ക്, ആരാധിക്കുന്നവർക്ക് അവസരം ഉണ്ടാക്കട്ടെ.
രക്തത്താല് ജയം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മ ചൈതന്യത്തോടെ അകത്ത് തിങ്ങി നിൽക്കുന്ന നന്ദി സ്തോത്രത്തോടെ പ്രകടിപ്പിക്കട്ടെ. എത്ര പേർ നന്ദിയോടെ പറയൂ? ഞാൻ പറഞ്ഞതൊരു ദൂതായിട്ട് എത്ര പേർ ഏറ്റെടുക്കൂ? നിനക്കെതിരെ ബലത്തോടെ വ്യാപരിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു പാഞ്ഞ് തീ നാളങ്ങളായി സ്തോത്രം നക്കിയെടുത്ത് ചാമ്പലാക്കാൻ ശ്രമിക്കുന്നത് പോലെ വ്യാപരിക്കുന്ന ചില വിഷയങ്ങൾ അതിന്റെ ബലം കടാൻ പോകുകയാണ്. നാലാം രാത്രി മുതൽ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രു കത്തിച്ചു വിട്ട ചില വിഷയങ്ങളുടെ ബലം ഇന്ന് രാത്രി മുതൽ വിശുദ്ധന്മാരുടെ ഇടയിൽ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ദേശത്ത് നീ ചെയ്തു പോരുന്ന ദൈവിക പ്രവർത്തിക്കകത്ത് അതിനെതിരെ കത്തുന്ന ചില അന്യാഗ്നിയുടെ വ്യാപാരങ്ങൾ അതിന്റെ ബലം കെട്ടുപോകത്തക്ക രീതിയിൽ ദൈവമഹിമ വെളിപ്പെടട്ടെ എന്ന് വിശ്വസിക്ക്. ഈ നിമിഷം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതല്ല. സാന്നിധ്യം ഇറങ്ങി വരും. ആ സാന്നിധ്യത്തിൽ പുക പതറുന്നത് പോലെ ചില വിഷയങ്ങൾ നടക്കും. മെഴുകുരുകുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കും. അത് സംഭവിക്കുമെന്ന് ആട്ടിയുറപ്പോടെ ഞാൻ പറയാം. ചില വിഷയങ്ങളുടെ ബലം ഇന്ന് രാത്രി കെട്ടു തുടങ്ങുകയാണ്. അവസാനം വരെ പിടിച്ചു നിൽക്ക്. അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവൻ അവനാ രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് രാത്രി പുറകോട്ട് പോകരുത്. നോ ടേണിംഗ് ബാക്ക്. ആരോടോ പറയുന്നു, നീ മനസ്സ് തളരരുത്. സമയം അടുത്തു വരികയാണ്. ദൈവം പറയുന്നു, നീ വീണു പോകത്തില്ല. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബലഹീനമാക്കാൻ നോക്കുന്ന സകല വ്യാപാര ശക്തികളെയും എന്റെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിന്റെ ബലം കെടും. നീ ബലത്തോടിരിക്കും. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കുന്നു. നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെയും സ്തോത്രം പറ. അത് സംഭവിച്ചെന്ന് നിങ്ങളുടെ ആത്മാവ് തിരിച്ചറിയുന്ന നിമിഷം വരെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയാൻ പറയുന്നു, ചില കാര്യങ്ങളുടെ ബലം കെട്ടേ പറ്റൂ. അതിൻ്റെ ഇന്ന് പല കാര്യങ്ങൾ ഞാനത് ഒരു പബ്ലിക് സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ശ്രോത്ര ഹല്ലേലൂയ ഓൺലൈനൊക്കെ ഉള്ളത് കൊണ്ട് പരിജ്ഞാനത്തോടെ പറയുന്നു. ശ്രോത്ര ഇന്ന് ചില വിഷയങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിലാണ് ഓടുന്നത്. 7 മടങ്ങിലാണ് ഓടുന്നത്. 7ാമത്തെ മടങ്ങ് കഴിയുമ്പോൾ അതിൻ്റെ ബലം ക്ഷയിക്കാൻ തുടങ്ങിയേ പറ്റൂ. യേശുവിൻ്റെ നാമത്തിൽ എന്തുകൊണ്ടാ ദൈവദാസന്മാരെ 10 മടങ്ങുന്നൊരു കണക്കെഴുതാതിരുന്നത്, 9 മടങ്ങുന്ന എഴുതാതിരുന്നത്? 7 മടങ്ങിനപ്പുറം നിനക്കിനി തീ കത്തിക്കാൻ പറ്റിയേല. 7 മടങ്ങിനപ്പുറം ഇനി നിന്റെ വിറക് കത്തിയേല. ഇനി നിന്നെ അഗ്നി വ്യാപരിക്കത്തില്ല. 7 മടങ്ങ് കഴിഞ്ഞാൽ നിന്റെ സമയം കഴിഞ്ഞു. രക്തത്താലെ ഏതോ വിഷയം ഇന്ന് രാത്രി നിങ്ങൾ തൊട്ടുകൊണ്ട് പറയുന്നു, ഉപവാസ പ്രാർത്ഥനയല്ല യോഗമെന്ന് എനിക്കറിയാം. പക്ഷെ ദൈവം ഇന്ന് രാത്രി നിങ്ങൾ ചിലരോട് പറയുന്നു, സ്തോത്രം, നീ കണ്ട വിഷയത്തിന്റെ 7ാം മടങ്ങാണിത്. സ്തോത്ര, 7 മടങ്ങ് വരെ നീ പിടിച്ചു നിന്നല്ലോ. 7 മടങ്ങ് വരെ നീ കണ്ടു നിന്നല്ലോ. ഈ 7ാം മടങ്ങിനപ്പുറം സിസ്റ്ററെ ഒരു 8 മടങ്ങില്ല, ഒരു 9 മടങ്ങില്ല. ഇവിടെ നിന്റെ സമയം വരികയാ. ഇവിടെ ദൈവപ്രവൃത്തിയുടെ സമയം വരികയാ. ഇന്ന് രാത്രി 2026 സ്വർഗം പറയുന്നു, നിന്റെ ശക്തി വെളിപ്പെടും, നിന്റെ കൃപ വ്യാപരിക്കും. അതോടെ 7 മടങ്ങിന്റെ ബലം കെടും. രക്തം ജയം ഹല്ലേലൂയ. പ്രവചന ദൂതുകൾ പോലെ ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കുന്നുണ്ട്. ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം, നിങ്ങൾ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നതെങ്കിൽ, സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ കരമടിക്കുന്നതെങ്കിൽ, അന്യഭാഷ പറയുന്നതെങ്കിൽ, അത് സംഭവിച്ചിരിക്കും. നിശ്ചയമായും ദൈവം അത് ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്തെ വലിയ വിഷയം ആരാധന സംബന്ധിച്ചായിരുന്നു. അത് അമ്പെ പരാജയപ്പെട്ടു, ബലം കെട്ടുപോയി. ആരാധനക്കാർ പിന്നെ നിലനിന്നു. രണ്ടാമത്തത്, നാളുകൾക്ക് ശേഷം
ഈ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ദാനിയേലിൻ്റെ കാലത്ത് പ്രാർത്ഥന എന്ന വിഷയത്തെ ബാധിച്ചുകൊണ്ടാണ്. കുറച്ച് ദിവസത്തേക്ക് രാജാവിനോടെ പ്രാർത്ഥിക്കാവൂ എന്ന് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവരൊക്കെ ഒരു കൽപ്പന ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വത്രം ഭരിക്കുന്നവർ, അധികാരികൾ എന്തിനാ ചെയ്തെന്ന് ചോദിക്കാൻ ആരുണ്ട്? അവർ കൽപ്പന ഉണ്ടാക്കി എന്നോടെ പ്രാർത്ഥിക്കാവൂ. വേറെ ആരോട് പ്രാർത്ഥിച്ചാലും അവരെ ശിക്ഷാവിധിക്ക് കാരണക്കാരാക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് നിയമം ഉണ്ടാക്കി. പക്ഷെ അവിടെയും പ്രശ്നം ഇതാണ്, ആരോട് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കരുത് എന്ന വ്യവസ്ഥ അറിഞ്ഞു പോയ പ്രശ്നമാണ്. അറിഞ്ഞില്ലെങ്കിൽ ആരോടും പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇതറിഞ്ഞാൽ ഓൺലൈനിലൊക്കെ ഉള്ളതല്ലേ, കേൾക്കുന്ന ബുദ്ധിയുള്ള ജ്ഞാനമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. സ്തോത്രം. ഞങ്ങളുടെ പ്രശ്നം ഇതാണ്, ഞങ്ങൾ അറിഞ്ഞുപോയി ആരെ ആരാധിക്കരുത്, ആരോട് പ്രാർത്ഥിക്കരുത്. ഇതറിയാത്ത കാലത്ത് ആരോടും പ്രാർത്ഥിക്കുകയായിരുന്നു, ആരെ ആരാധിക്കുകയായിരുന്നു. ഇതറിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് ചെയ്യുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലാത്തത് കൊണ്ട്, സ്വത്രം നീതിയല്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർപാട് ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടി വന്നത്. സ്തോത്രം. ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വ്യവസ്ഥ സ്തോത്രം ഉള്ളത് കൊണ്ട് ദാനിയേൽ ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു. അത് കണ്ടെത്തി, അറസ്റ്റ് ചെയ്തു. ചുരുക്കി പറയാം, രാജാവിൻ്റെ മുമ്പിൽ പ്രതിയെ കൊണ്ടെത്തിച്ചു. പ്രതി ദാനിയേലാണെന്ന് അറിഞ്ഞപ്പോൾ മറ്റു യാതൊരു കുറ്റവുമില്ലാത്ത പവിത്രനായ, തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യനിർവഹണം നടത്തുന്ന, രാജാവിന് വളരെ സ്തോത്രം ഉപകാരിയായിരിക്കുന്നവനാണ് പ്രതി എന്നറിഞ്ഞപ്പോൾ രാജാവ് ആശങ്കയിലായി. നമ്മൾ വായിച്ചത്, നമ്മൾ ഈ പലരും പ്രസംഗിച്ചത്, സൂര്യൻ അസ്തമിക്കുന്നത് വരെയും രാജാവ് ദാനിയേലിനെ രക്ഷിക്കാൻ വേണ്ടി സ്തോത്രം ശ്രമിച്ചു എന്ന്. പക്ഷേ ഒരു രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളായതുകൊണ്ട്, നിയമബന്ധിതനായതുകൊണ്ട് സൂര്യാസ്തമയം വരെ ശ്രമിച്ചിട്ടും രക്ഷിക്കാൻ പറ്റിയില്ല. സ്തോത്രം. അദ്ദേഹം രക്ഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാക്യം ബൈബിളിൽ വരില്ലായിരുന്നു. സ്തോത്രം. ഈ മനുഷ്യൻ പറയില്ലായിരുന്നു ഈ ദൈവം രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനാണെന്ന്. ഞാൻ നിങ്ങളോട്, പ്രത്യേകിച്ച് ദൈവമക്കളോട്, കർത്തൃദാസന്മാരോട് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. ചില ആളുകൾക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞേനെ. നമ്മൾ കഷ്ടപ്പെട്ടപ്പോൾ, പ്രയാസപ്പെട്ടപ്പോൾ, പട്ടിണി കിടന്നപ്പോൾ ചിലര് ഒരമനസ്സ് വെച്ചിരുന്നെങ്കിൽ കഴിഞ്ഞേനെ. നമ്മുടെ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് യോഗത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും ശ്രമിച്ചെങ്കിൽ കഴിഞ്ഞേനെ. അവര് ശ്രമിച്ചു കാണും. ശ്രമിച്ചിട്ട് നടക്കാതിരുന്നതിന് സ്വോത്രം ചെയ്തേക്കണം. രാജാവ് ശ്രമിക്കാത്ത കൊണ്ടല്ലല്ലോ, അയാൾ ശ്രമിച്ചു എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് അദ്ദേഹത്തെ ഊരിയെടുക്കാൻ. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ശക്തരായതുകൊണ്ട് രാജാവിന് മുഖപക്ഷം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നടന്നില്ല. അദ്ദേഹം കൈയൊഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും വേണ്ടപ്പെട്ടവർ കൈയൊഴിഞ്ഞ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പന്തലിന് കീഴെയല്ല, പരിസരത്ത് എൻ്റെ മനസ്സ് മുഴുവൻ കിടന്ന് പതറുന്നത് ഈ ചുറ്റുവട്ടത്താണ്. ഏറ്റവും വേണ്ടപ്പെട്ടവർ, കാശുള്ള ആങ്ങളമാർ, സ്വത്രം അളിയന്മാർ, അവർ പലരും കൈയൊഴിഞ്ഞവരാരെങ്കിലും ഈ പ്രദേശത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ പറയാം. സ്വത്രം. ഈ സന്ദേശത്തിൽ തെളിഞ്ഞു വരുന്ന ഒരാത്മീക ദൂത് പറയാം. നിങ്ങൾ അവരോട് കയ്പായിരിക്കണ്ട. ഇതിന് മീതെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് രക്ഷിക്കാൻ ദൈവത്തിന് താല്പര്യമുള്ളത് കൊണ്ടാണ് ദൈവം മറ്റു പലരെയും അതിനുപയോഗിക്കാതിരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങൾ സന്തോഷിച്ചിട്ട് പറ, ആരും സഹായിക്കാനില്ലെങ്കിലും, ആരും രക്ഷിക്കാനില്ലെങ്കിലും, ഇയാൾ ഈ പ്രസംഗിക്കുന്ന ദൈവം രക്ഷിക്കുന്നവനാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരണമെന്ന് അങ്ങ് അകലെ ഇരുന്ന് കേൾക്കുന്നവരാണെങ്കിലും അവിടെ ഇരുന്നോടൊന്ന് പ്രാർത്ഥിക്ക്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ ഇറങ്ങി വരാൻ വീടിന്റെ വലിപ്പം നോക്കിയിട്ടോ, ആധാർ കാർഡോ ജാതകമോ റേഷൻ കാർഡോ ഒന്നും നോക്കാതെ ആവശ്യക്കാരന്റെ അകത്തേക്ക് രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അതിനകത്താക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട് വേണ്ടി പറയുകയാണ്. ഈ ദൈവം സ്തോത്രം അതിന് സന്നദ്ധനായിട്ടുണ്ടെങ്കിൽ പിന്നെ
വേറെ ആരെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയല്ല. പലരും നോക്കി നടന്നില്ല. സ്തോത്രം. എത്രയോ കേസ് വിശുദ്ധ ബൈബിളിൽ അങ്ങനെയുണ്ട്. ചില കേസ് ദൈവം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിനെ ആര് നോക്കിയാലും നടക്കുകയല്ല. സ്തോത്രം. അത് ദൈവത്തിനുള്ളതാണ്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ കേസ് എടുത്തു നോക്കി. എത്രയോ പേര് ശ്രമിച്ചു, ആര് നോക്കിയിട്ട് നടന്നില്ല. അത് ദൈവത്തിനുള്ളതാണ്. ഈ പുസ്തകത്തിൽ വരേണ്ടതാണ്. അതുകൊണ്ട് ദൈവം വേറെ ആരെ നോക്കിയാലും നടക്കുകയില്ല. പലരും നോക്കിയിട്ട് നടക്കാതെ പോയത് നിന്റെ ശാപമാണെന്നോ നീ ഒരു അപശകുനമാണെന്നോ എന്നും വിചാരിക്കരുത്. ഇതിന് മീതെ ദൈവപ്രവൃത്തി നടക്കാനുണ്ട്. അത് ഇന്ന് രാത്രി നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാനിത് പറഞ്ഞിട്ട് പോകാനല്ല. ഇന്ന് രാത്രി അവസാനം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് ആരൊക്കെ നോക്കിയിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ എൻ്റെ ദൈവം നിങ്ങളുടെ കയ്യാ പിടിച്ച് ആ കാര്യം സാധ്യമാക്കി തരുന്ന ഒരു രാത്രിയായി ഈ ഞായറാഴ്ച, ഈ ആണ്ടിലെ ആദ്യത്തെ ഞായറാഴ്ചയുടെ രാത്രിയെ മാറ്റിയാൽ അതിനെത്ര സന്തോഷം ഉണ്ടാകും. അത് സംഭവിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രാജാവ് കൈയൊഴിഞ്ഞപ്പോൾ ആരാച്ചാരന്മാർ ആ കേസ് ഏറ്റെടുത്തു. ദാനിയേലിനെ കൊണ്ടുപോയി സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്തിട്ടെന്ന് എഴുതിയിരിക്കുന്നത്. കാഴ്ച ബംഗ്ലാവിൽ സിംഹത്തെ വളർത്തുന്നത് പോലെ ഇരുമ്പഴികൾക്കകത്ത് വളർത്തുന്ന സിംഹമല്ല. അതിനെക്കുറിച്ച് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: രാഷ്ട്രങ്ങൾ പലപ്പോഴും യുദ്ധങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഫെമിലിയറായി കാണുന്ന പലതും ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പോലീസ്, CID അവരൊക്കെ നായയെ, പട്ടിയെ ഉപയോഗിക്കാറുണ്ട്. സ്തോത്രം. വലിയ വലിയ കേസുകൾ കണ്ടെത്താനും തെളിയിക്കാനൊക്കെ. എന്നതുപോലെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ അത്യാധുനിക സാമഗ്രികളില്ലാതെ കാലാൽപ്പടകൾ യുദ്ധം ചെയ്തു വന്ന കാലത്ത് കുതിരയെ യുദ്ധത്തിന് ഉപയോഗിക്കാറുണ്ട്, ആനയെ ഉപയോഗിക്കാറുണ്ട്. സ്തോത്രം. അങ്ങനെ പല മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സിംഹത്തെ ഉപയോഗിച്ച് യുദ്ധം നടത്തിപ്പോന്ന രാജ്യമാണ് ബാബിലോൺ, പേർഷ്യൻ രാജ്യങ്ങളെന്ന് ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടെന്നാണ് എന്നേക്കാൾ ജ്ഞാനമുള്ള വേദവ്യാഖ്യാതാക്കൾ ഈ വാക്യത്തെ അടിസ്ഥാനമായിട്ട് എഴുതിയിരിക്കുന്നത്. ചുമ്മാ രാജാവിൻ്റെ അടുക്കൽ നമ്മുടെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നത് പോലെ രാജാവ് കുറേ സിംഹത്തെ വളർത്തുന്നതല്ല. അത് സോൾജിയേഴ്സാണ്, പട്ടാളത്തിൻ്റെ സ്തോത്രം യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഊറ്റൻ സിംഹങ്ങളാണ്. അതിനെ ആർട്ടിഫിഷ്യലായിട്ട് കൊട്ടാര വളപ്പിൽ തന്നെ ആ പരിസരത്ത് തന്നെ സ്തോത്രം വലിയ ഗുഹ പോലെ അതിനകത്ത് വിരാജിക്കുകയാണ്. അതിനകത്തേക്ക് ദാനിയേലിനെ കൊണ്ടുപോയി. വിചിത്രമായൊരു വിധിയാണ്. സിംഹങ്ങൾക്ക് അത്താഴ ഊടിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യനെ കൊണ്ടുപോയി. നിങ്ങളതിനെ മനസ്സിൽ കാണണം. ഞാൻ പറയുമ്പോൾ കിട്ടുന്നുണ്ട് ഗൗരവവും മനസ്സിലാക്കാൻ വേണ്ടി. പതുക്കെ കൊണ്ടുപോയി സ്തോത്രവാതിൽ തുറന്നകത്ത് കയറ്റി വിട്ടലകത്ത് കയറ്റി വിടുകയല്ല. സ്തോത്രം. ഈ വക കാര്യത്തിലൊക്കെ പൈശാചികമായിരിക്കുന്ന സകല അങ്ങനെ സാധാരണ ഒരു മനുഷ്യത്വമുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ പിശാചി കയറിയവർക്കേ പറ്റുള്ളൂ. സ്തോത്രം. അല്ലാത്ത ഒരു മനുഷ്യനെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് കാണുമ്പോൾ നമുക്കറിയാം ആ ഒരു നിലവാരത്തിൽ. പൈശാചികമായ ഒരു സന്നിവേശം അകത്ത് കയറുമ്പോൾ എത്ര ക്രൂരനാകാമോ അത്രയും ആകും. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദാനിയേലിനെ കൊണ്ടുവന്ന് 2-4 പേരെ കയ്യിലും കാലയിലും കൂടി പിടിച്ചിട്ട് വലിയ ലോഡിങ് സ്ഥലത്ത് പത്തനാപുരത്തൊക്കെ ചന്തയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ലോറിയുടെ മുകളിലേക്ക് ചിലപ്പോൾ ചാക്ക് കെട്ടിയെടുത്ത് എറിയുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തൊലി പൊളിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി പോലും മേടിച്ചുകൊണ്ട് വന്ന് കൈയനങ്ങാതെ കൂട്ടാൻ വെക്കുന്നവരോട് ചന്തയിലെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്തോത്രം. ഐ ആം സോറി. അതുകൊണ്ട് നിങ്ങളുടെ മുഖഭാവം കണ്ടുകൊണ്ട് പറഞ്ഞു പോയതാ. തേങ്ങ വരെയും ചിരണ്ടി വെച്ചിരിക്കുക. അത് മേടിച്ചുകൊണ്ടൊന്ന് കുടഞ്ഞിട്ടാൽ മതി. ആ കാലമായിപ്പോയി. പണ്ട് ലോഡിങ് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കറിയാം, ഒരു വീശിയിട്ട് 2 ആട്ടാട്ടിയിട്ട് മുകളിലേക്ക് ഒരു ഒറ്റ ഏറെറിയുമ്പോൾ എവിടെ പോയി കിടക്കാൻ അവർ ഉദ്ദേശിച്ചോ കൃത്യസ്ഥലത്ത് ചാക്ക് പോയി കിടക്കും. സ്തോത്രം. എന്നതുപോലെ ഇവർ ദാനിയേലിനെ തൂക്കിയെടുത്ത് സിംഹത്തിൻ്റെ കൂട്ടിനകത്തേക്ക് വലിച്ചെറിഞ്ഞ് കാണും. കൂടെന്ന് പറയാൻ പറ്റില്ല, ഗുഹയെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അങ്ങകത്തേക്ക് അതിന് ജനാലകളില്ല, വെളിച്ചം കയറിയല്ല. മുമ്പിൽ നിന്നുള്ള വായ ഒരു കല്ലുരുട്ടിക്കൊണ്ടുവന്ന് അടച്ചു വെച്ചു. രാജാവിൻ്റെ മഹത്തുക്കൾ, ആ മന്ത്രിസഭയിലെ മുഴുവൻ ആളുകൾ അവരുടെ മുദ്രമോതിരം കൊണ്ട് മുദ്ര വെച്ചു. സ്തോത്രം. മുദ്ര വെച്ചു. അങ്ങനെ അടച്ചിട്ടു. തിരുവെടുത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്: ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് ചെന്നപ്പോഴേക്കും ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ അടച്ചിരുന്നു എന്ന്. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്നത് രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ്.
വൈകുന്നേരം സൂര്യാസ്തമയം, ഒരുപക്ഷെ മധ്യപൂർവ്വദേശത്ത് ഒരു 6 മണി എന്നൊക്കെ കൂട്ടിക്കോ. ഒരു 6 മണി ആയപ്പോൾ ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ സിംഹത്തിന്റെ വായടച്ചു. ഒരു ദൂതൻ വന്ന് വായടച്ചെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദൂതൻ വന്ന് വായടച്ചു. ദൂതൻ വന്ന് വായടച്ചത് ദാനിയേലിനെ സംബന്ധിച്ച് രക്ഷയായി. സ്തോത്രം. സിംഹം ചാക്കുകെട്ടെടുത്ത് എറിഞ്ഞതുപോലെ ഈ മനുഷ്യനെ അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞ മാത്രയിൽ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ കളിക്കാര് പന്ത് സ്തോത്രം തട്ടിയെടുക്കുന്നത് പോലെ താഴെ വീഴുന്നതിനേക്കാൾ മുമ്പ് ഈ ഊറ്റം സിംഹങ്ങളെല്ലാം കൂടി അന്തരീക്ഷത്തിൽ വെച്ച് കടിച്ചു കുടഞ്ഞ് വലിച്ചു പറച്ചിരുന്നെങ്കിൽ ഈ പ്രസംഗം പ്രസംഗിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയുന്ന ആ നിമിഷത്തിൽ താഴെ സ്തോത്രം വീഴുന്നതിനേക്കാൾ മുമ്പ് തൊടാൻ പറ്റിയില്ല. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദാനിയേൽ വീണു. ചെന്ന് വീണപ്പോഴേക്കും സിംഹത്തിന്റെ വായ് ദൂതനെ വിട്ടടച്ചു. അത് ഇന്ന് രാത്രി ചിന്തിക്കുന്നവർക്കറിയാം, ദാനിയേലിനെ സംബന്ധിച്ച് രക്ഷയായി. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം ഞാനൊരു ദൂത് പറയാം. അന്ന് തനിക്ക് പ്രിയനായിരിക്കുന്ന ദാനിയേൽ സിംഹക്കൂട്ടിലേക്ക് വീണപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്നത് ദൂതനാണ്. ദൂതൻ വന്നിട്ട് അടച്ചത് സിംഹത്തിന്റെ വായാണ്. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഒരു കാര്യം കേൾക്കണം. രക്ഷ എന്ന് പറയുന്നത് സിംഹത്തിന്റെ വായടച്ചതോ, രക്ഷ എന്ന് പറയുന്നത് തീയുടെ ബലം കെടുത്തിയതോ, അതൊക്കെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണ്. എന്നാൽ വേദപുസ്തകം പറയുന്ന രക്ഷയുടെ ഏറ്റവും വലിയ പരിപൂർണത നിൽക്കുന്നത് കാൽവരി മലയിലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്താ രക്ഷ എന്ന് ചോദിച്ചാൽ വിവേകമുള്ള ഒരു ഉപദേശി ഒരിക്കലും സിംഹത്തിന്റെ വായടച്ചാന്ന് പറഞ്ഞ് നിർത്തില്ല. കാരണം എന്താ? മാനവരാശിക്ക് വേണ്ടി ഉളവായ ഏറ്റവും വലിയ രക്ഷ അത് സംജാതമായത് അങ്ങ് കാൽവരി കുന്നിലാണ്. ഹല്ലേലൂയ. കാൽവരി കുന്നിൽ ഒരു ദൂതനല്ല വന്നത്. പിന്നെ ആരാ വന്നത്? ദൈവത്തിന്റെ പുത്രനെ ദൈവം മനുഷ്യന്റെ സദൃശ്യത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ദൈവത്തിന്റെ പുത്രനാണ് ഇവിടെ ഇറങ്ങി വന്നത്. അന്ന് സിംഹത്തിന്റെ വായടച്ചു. എന്നാൽ ഇന്ന് കാൽവരിയിലെ രക്ഷ ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി ഒരു സിംഹത്തിന്റെ വായല്ല അടയ്ക്കുന്നത്, പാതാളത്തിന്റെ വായടച്ച്, നരകത്തിന്റെ വായടച്ച്, അതിൽ വീഴാതെ ഈ രക്ഷ സ്വീകരിക്കുന്നവനെ പാതാളത്തിന്റെ വായടച്ച് രക്ഷിക്കാൻ കരുത്തുള്ളവനാണ് കാൽവരിയിൽ ഇറങ്ങി വന്നത്. ആ രക്ഷ ഇന്ന് രാത്രികാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവസന്നിധിയിൽ വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഒരു സിംഹത്തിന്റെ വായല്ല, നിത്യത മുഴുവൻ ചെലവഴിക്കേണ്ട സ്തോത്രം മരണത്തിനപ്പുറമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാ. 2 മേഖലയുണ്ട്. ഒന്നുകിൽ നിത്യനാശമെന്ന ശിക്ഷാവിധി, അത് പാതാളമാണ്, നരകമാണ്. സ്തോത്രം. ക്രൂശിലെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവപുത്രന്റെ നിമിത്തമുള്ള വിടുതൽ അല്ലെങ്കിൽ ആ രക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഓർത്തോളണം. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് നേരെ അടയപ്പെടുന്നത് ഇവിടത്തെ ഏതെങ്കിലും കൊച്ചു കാര്യമല്ല. അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നിനക്ക് നേരെ പാതാളം വായടയ്ക്കും, നിനക്ക് നേരെ നരകം വായടയ്ക്കും. കാരണം ക്രൂശിലെ രക്തത്താൽ നിനക്ക് വീണ്ടെടുപ്പ് ലഭിച്ചതുകൊണ്ട്. അതിൽ ഭാഗ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിക്കാല കരമുയർത്തി ദൈവത്തെ ഒന്നോടെ സ്തോത്രം ചെയ്താട്ടെ. സിംഹത്തിന്റെ വായടച്ചു, അത് രക്ഷയായി. ഇനി നിങ്ങൾ ഓർത്തു നോക്കിയേ, നമ്മുടെ ദൈവം രക്ഷിക്കുക മാത്രം ചെയ്യുന്നവനായിരുന്നെങ്കിൽ ആ ഒരു പരിപാടി മാത്രമേ ഈ ദൈവം ചെയ്യുള്ളൂ, ഇനി മറ്റതിന് വേറൊരു ദൈവം വരണ്ടിരുന്നതെങ്കിൽ, സ്തോത്രം, ദാനിയേലിന്റെ സ്ഥിതി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? നേരം വെളുത്തു, ഒരു ദിവസം കഴിഞ്ഞു, അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ലല്ലോ. കാരണം ദാനിയേലിനെ ഇട്ടുകൊടുത്തത് ഒരു ദിവസം വീട്ടിൽ റൂമില്ലാത്തതുകൊണ്ട് സിംഹത്തിന്റെ കൂട്ടി കൊണ്ട് കിടത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ കൊണ്ടിട്ടത്, തീർക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ രക്ഷിക്കുന്നവൻ മാത്രമായിരുന്നെങ്കിൽ വായടച്ചു, സിംഹോട്ട് തിന്നുന്നുമില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ ദാനിയേൽ എന്ത് പറഞ്ഞേനെ? രക്ഷ മാത്രം കൊടുക്കുന്നവനാണെങ്കിൽ എന്ത് പറഞ്ഞേനെ? എൻ്റെ ദൈവമേ, ആ 3 ദിവസം മുമ്പ് വന്ന് വീണപ്പോൾ സിംഹം അങ്ങ് തിന്നാ മതിയായിരുന്നു. കാരണം ഇതിനകത്ത് കിടന്നിട്ട് വെളിച്ചവും കയറത്തില്ല, കാറ്റും കയറത്തില്ല, സിംഹത്തിന് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ വേസ്റ്റും പിന്നെ അത് ഭാഗ്യത്തിന് പോയി ഇതെല്ലാം കൂടി ചേർന്ന് ഒരു കണക്കിന് അതിനകത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ, സ്തോത്രം, അങ്ങനെ അവിടെ കിടന്ന് 2-3 ദിവസം കൊണ്ട് ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിനെ എന്നെ അങ്ങ് എടുത്തോളണേ എന്ന്.
രക്ഷിക്കുന്നവൻ മാത്രമായിരുന്നെങ്കിൽ. എത്രയോ പേര് ഒരുപക്ഷെ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും കൊറോണ വന്നപ്പോൾ അങ്ങ് ചത്താ മതിയായിരുന്നു. എന്നോട് പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം. അല്ല, ഈ പരിസരത്ത് എവിടെയെങ്കിലും അങ്ങനെ അന്ന് ആ വണ്ടി ഇടിച്ചപ്പോൾ ചത്താർന്നെങ്കിൽ ഇതൊന്നും കാണണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അന്ന് ദൈവം രക്ഷിച്ചെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക, എന്തോ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം. അന്ന് പെട്ടുപോകാതിരുന്നത് കൊണ്ട് ദൈവം എന്തോ വൻ കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിടിച്ചു നിൽക്ക്. രക്ഷിക്കുന്നവൻ മാത്രമല്ല, വിടുവിക്കുന്നവൻ കൂടെയാണ് ദൈവം. ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. സ്തോത്രം. അന്ന് രാത്രി മുഴുവൻ സിംഹക്കൂട്ടിനകത്ത് കിടന്നു ദാനിയേൽ. സിംഹങ്ങളൊന്നും ചെയ്തില്ല. നേരം വെളുത്തു. 6 മണി 7 മണിയായി കാണും. ഒരിക്കലും സംഭവിക്കാത്തതൊന്ന് രാജാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. രാജാവ് രാവിലെ മറ്റാരെ മുഖം കാണിക്കുന്നതിനേക്കാൾ മുമ്പ്, ഒരു ബാലരമക്കഥയല്ല, വിശുദ്ധ ബൈബിളിലെ ചരിത്രമല്ലേ, രാജാവ് എഴുന്നേറ്റ് നേരെ സിംഹവാതിലിലേക്ക്, ആ ഗുഹയുടെ വാതിലിലേക്ക് ഓടിയെത്തി. ആരും പറഞ്ഞിട്ടല്ല, അദ്ദേഹം ആരോടും പറഞ്ഞിട്ടുമല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഏത് വിഷയത്തിൻ്റെ പുറകിലും കാര്യങ്ങൾ ക്രമീകരിക്കുന്നൊരു ദൈവമുണ്ട്. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിയോ ഇല്ലയോ നമുക്ക് വിഷയമല്ല. പക്ഷെ നേരം വെളുക്കുമ്പോൾ മറ്റെന്ത് കാര്യത്തിൽ ഇടപെടുന്നതിനേക്കാൾ ഈ സിംഹങ്ങൾ കിടക്കുന്ന ഗുഹയുടെ വാതിക്കലേക്ക്, കല്ലുകൊണ്ട് അടച്ച് മുദ്ര വെച്ചിരിക്കുന്ന വാതിക്കലേക്ക് രാജാവ് വന്നതല്ല, ദൈവം വരുത്തിയതാന്ന് വിശ്വസിക്കാൻ. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക. നിനക്ക് പ്രതീക്ഷയില്ലാത്ത സ്ഥലത്തേക്ക് ഇതിനകത്ത് കിടന്ന് വിളിച്ചാൽ കേൾക്കും. അന്ന് ഇതുപോലെ ദാനിയേലിൽ മൊബൈലുണ്ടോ? അകത്ത് പോകുമ്പോൾ മൊബൈൽ കൊണ്ടാണ് പോയെ. സ്തോത്രം. കിണർ തേകാൻ വരുന്നവൻ പോലും കിണറ്റിലിറങ്ങുമ്പോൾ മൊബൈലും കൊണ്ട് ഇറങ്ങുന്നത്. സ്തോത്രം. അതുപോലെ ദാനിയേൽ സിംഹക്കൂട്ടിനകത്തേക്ക് പോയപ്പോൾ മൊബൈലും കൊണ്ടാണ് പോയത്. ഇങ്ങോട്ട് ഞാൻ ചത്തിട്ടില്ല, സിംഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല, നേരെ വിളിക്കുമ്പോൾ ആരെങ്കിലും വരാൻ വേണ്ടി മെസ്സേജ് അയക്കാനില്ലല്ലോ. അതിനകത്ത് കിടന്ന് അലറിയ കേൾക്കുവോ? അടച്ചു വെച്ചിരിക്കുകയല്ലേ. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കണം, നിനക്ക് രക്ഷ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രോഗ്രാം സെറ്റിംഗ് എല്ലാം പിന്നെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടുത്തെ പ്രാധാന്യത രക്ഷയ്ക്കാണ്. രക്ഷ കിട്ടിയാൽ ബാക്കി പരിപാടികളെല്ലാം ദൈവ ചെയ്യുന്നത്. രക്ഷ കിട്ടിയവൻ, യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നിന്റെ പുറകിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നൊരു ദൈവമുണ്ട്. നിന്നെ ഇനി ആര് വിടുവിക്കണം, നിന്റെ വീട്ടിൽ ആര് വരണം, നിന്റെ കടം ആര് തീർക്കണം, നിന്റെ കൊച്ചിനെ ആര് കല്യാണം കഴിക്കണം, അവൻ ആര് ജോലി കൊടുക്കണം, അവൻ ഏത് കസേരയിൽ ഇരിക്കണം, അവൻ ഏത് രാജ്യത്ത് ചെല്ലണം, നീ എവിടെ വീട് വെക്കണം, ഇതൊക്കെ നിശ്ചയിക്കുന്നത് രക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിശ്ചയിക്കുന്നത് ഇവിടത്തെ ആരുമല്ല, പിന്നെ രക്ഷ തന്നവൻ ആരാണോ അവനാണ് നിശ്ചയിക്കുന്നതെന്ന്. അത്രയ്ക്ക് സുന്ദരമായ ഒരു പദ്ധതിയാണ് ദൈവത്തിന്റെ രക്ഷ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം അത് അവഗണിക്കരുത്. ഇത്രയും കാര്യഗൗരവത്തോടെ ഞാനെന്ന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച പിന്നെയും സ്തോത്രം പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുന്ന പാസ്റ്റർ ഉണ്ടോ, അങ്ങനെയുള്ള സ്ഥലമുണ്ടോ എന്ന് തപ്പരുത്. അതിന്റെ ഏറ്റവും സുന്ദരമായ വഴി ഞാൻ പറഞ്ഞു തരിക പത്തനാപുരംകാർക്ക്. നീ ഇന്ന് രാത്രികാലം ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യേശു മുഖാന്തരമുള്ള രക്ഷ അത് നിന്റെ ജീവിതത്തിൽ വരുവാൻ എന്ത് ചെയ്യാമോ അതിനു വേണ്ടി ഇച്ചിരി സഹിക്കേണ്ടി വരും, ഇച്ചിരി പിടിച്ചു നിൽക്കേണ്ടി വരും, ഇച്ചിരി ചങ്കറപ്പോടെ നിൽക്കേണ്ടി വരും, അതിനുവേണ്ടി ഇച്ചിരി വില കൊടുക്കേണ്ടി വരും. അതിന് തയ്യാറായാൽ, അത് നിന്റെ ജീവിതത്തിൽ രജിസ്റ്റർ ആയാൽ ബാക്കി കാര്യങ്ങൾ നീ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ ദൈവമാ നോക്കുന്നതെന്ന്. പിന്നെ ദൈവ നോക്കുന്നത്. അതിന് പിടിച്ചു ശരിയൊക്കെ പിടിച്ചു നിൽക്കേണ്ട സ്ഥിതി വന്നേക്കാം. പക്ഷേ രാത്രികാലം നിങ്ങൾ കേട്ടോളണം, അവിടെ ഈ സിംഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സമയത്തേക്ക് ഫേസ് ചെയ്യാന്ന് പറയുന്നത് പ്രസംഗിക്കാൻ എളുപ്പമാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഒറ്റയ്ക്കൊക്കെ രക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരിന്ന് രാത്രിക്കാലം ചിന്തിച്ചു നോക്കി ആ ദിവസങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞു പോയെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അന്നൊക്കെ ഇത് സംഭവിച്ചു. സ്തോത്രം. അന്നൊക്കെ സംഭവിച്ചു. എൻ്റെ ഓർമ്മയിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പറയാനുള്ള നേരമില്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, സ്തോത്രം, പിടിച്ചു നിൽക്കാമെങ്കിൽ അവരെ രക്ഷയ്ക്കകത്താക്കുന്ന ദൈവമുണ്ട്.
ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്സായാൽ ഈ 2026 ബാക്കി പല കാര്യങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങും. വിടുതലിനുള്ള ഓരോ കാര്യങ്ങൾക്ക് നീ ഇനി വണ്ടിക്കൂലി മുടക്കണ്ട. വിടുതലിനുള്ള ഓരോ കാര്യങ്ങൾക്ക് നീ ഇനി ആർക്കും കത്തെഴുതണ്ട. നീ ഇനി ആർക്കും SMS അയക്കണ്ട. നീ ആരുടെ ഒത്താശ റെക്കമെൻഡ് കത്ത് വാങ്ങിക്കണ്ട. രക്ഷിച്ചവൻ വിശുദ്ധനായിരിക്കുക, വിശ്വസ്തനായിരിക്കുക. അത് നിനക്ക് കൈപ്പറ്റാൻ മനസ്സുണ്ടെങ്കിൽ നേരം വെളുക്കുന്നതിനേക്കാൾ മുമ്പ് നീ കിടക്കുന്നിടത്ത് വരേണ്ടത് ആരാണെന്ന് രക്ഷിച്ചവൻ നിശ്ചയിക്കുന്നേ. അത് അനുഭവിച്ചിട്ടുള്ളവരാണ് ഇതിനകത്ത് ആരും പറയാതെ സ്തോത്രം ചെയ്യുന്നത്. അത് അംഗീകരിച്ചവരും അനുഭവിച്ചവരുമാണ് ഇന്ന് രാത്രി ഇവിടെ കസേരയിൽ പിടിച്ചിരിക്കാൻ പറ്റാതിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാർഗത്തിൽ രക്ഷയ്ക്ക് വില കൊടുക്കേണ്ടി വരും. അതിരിച്ചിരി പിടിച്ചു നിൽക്കേണ്ടി വരും. ഒറ്റപ്പെടേണ്ടി വരും. കളിയാക്കലും അപമാനങ്ങളും ഇപ്പൊ അത്ര ഒന്നുമില്ല. സ്തോത്രം. ഇപ്പൊ ഇതൊക്കെ ഒരു കോമൺ ആയി. പക്ഷെ അതിനു വേണ്ടി വില കൊടുത്തവരുണ്ട്. പെറ്റ തള്ള വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ നീ എൻ്റെ മോനല്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടവരുണ്ട്. 1 സെന്റ് ഭൂമി അപ്പൻ കൊടുക്കാത്തത് കൊണ്ട് സ്തോത്രം ചെരുപ്പ് പോലും ഇടാതെ വീട് വിട്ടിറങ്ങേണ്ടി വന്നവരുണ്ട്. 4-5 മക്കളെ കയ്യിൽ പിടിച്ചുകൊണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സ്തോത്രം ഒരു മനുഷ്യനുണ്ട്, എനിക്ക് പറയാൻ നേരമില്ല. സ്തോത്രം അദ്ദേഹത്തെ മിക്കവാറും അവർക്കൊരു ജോയിച്ചാനാണ്. അദ്ദേഹം സ്തോത്രം ബിസിനസ് ഒക്കെ നടത്തി പൊട്ടിപ്പൊളിഞ്ഞു പോയൊരു മനുഷ്യനാണ്. 4 പെൺമക്കൾ. ആ സമയത്ത് ആത്മഹത്യയല്ലാതെ രക്ഷയില്ല. ഈ പെൺകുഞ്ഞുങ്ങൾ നല്ല മിടുക്കിമാരായ കുഞ്ഞുങ്ങളാണ്. എന്നൊക്കെ അവരെവിടാന്ന് പോലും എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പാ സ്തോത്രം അവരുടെ മുഖത്തേക്ക് നോക്കി അവരെ കൊല്ലാൻ തോന്നിയല്ല. അദ്ദേഹത്തിന് തന്നെ സാക്ഷ്യമാണ്. അതുകൊണ്ട് മാത്രം അദ്ദേഹം എങ്ങനെ നാണം കെട്ട് ജീവിക്കുക. അതിനിടയിലാണ് കൃപയാൽ അദ്ദേഹം സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടപ്പോഴേക്കും വാടക വീട്ടിൽ നിന്ന് പോലെ ഇറക്കി വിട്ടു. അപ്പൻ ഇത്രയും ദാരിദ്ര്യത്തിൽ കിടക്കുമ്പോൾ കരുണയില്ലാതെ ഇറക്കി വിട്ടു. ആ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട്, സത്യമാണ്, ഞാൻ പുസ്തകത്തിന് മുമ്പിൽ നിന്ന് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതിന്റെ പേര് അദ്ദേഹം പറഞ്ഞ സാക്ഷി ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. 4 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് രക്ഷിക്കപ്പെട്ട കാരണം കൊണ്ട്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട്, ഞാൻ ഇന്ന് രാത്രി ഈ വീട്ടുമുറ്റത്ത് പ്രസംഗിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് 4 കുഞ്ഞുങ്ങളെ കൊണ്ട് കടത്തിണ്ണെ കടന്നു. അനുഭവങ്ങളുടെ ഒരു വലിയ ചാക്കുകെട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന് വില കൊടുത്തു. ഇന്ന് അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്. സ്തോത്രം. കോംപ്രമൈസിന് നിന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ വാടകക്കാരെ ഇറക്കി വിടില്ലായിരുന്നു. ചിലപ്പോൾ അപ്പൻ ഒരു മാടം വെച്ച് കെട്ടി ഒരിടത്തിന് മൂല കിടന്നോളാൻ പറഞ്ഞേനെ. പക്ഷെ അതിനു വേണ്ടി ആ മനുഷ്യൻ വില കൊടുത്തു. പിന്നീട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ പറയാം, പിന്നെ ആ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം ഏറ്റെടുത്തു. അവരെ ആര് വിവാഹം കഴിക്കണം, അവർ 4 പേരവിടെ വീട് വെക്കണം, ഏത് രാജ്യത്തായിരിക്കണം, ഇതെല്ലാം നിശ്ചയിച്ചത് ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആയിരക്കണക്കിന് സാക്ഷികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാം, ആരോടോ ദൈവം പറയുന്നു, നീ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് സ്ട്രോങ് ആയി നിൽക്ക്. അതിന്റെ മുമ്പിൽ പതറാതെ നിൽക്ക്. നിന്റെ തലമുടി പോലും താഴെ പോകാൻ അനുവദിക്കയില്ല. ഇതെല്ലാം വെറും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നതേ ഉള്ളൂ. നിന്റെ ഭയം അകത്തുനിന്ന് മാറിപ്പോട്ടെ. ഇന്ന് രാത്രി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ അതിനുള്ള ധൈര്യം എനിക്ക് കർത്താവേ എന്ന് മാത്രം പ്രാർത്ഥിക്ക്. ബാക്കി കാര്യം സ്വർഗമാണ് നടത്തുന്നതെന്ന്. അത് നടത്താൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രാജാവിനെ അവിടെ അദ്ദേഹം രാവിലെ ഉറക്കച്ചടവിൽ ഇവിടെ ചെന്നതല്ല. ഞാൻ വേദപുസ്തക സത്യത്തിൽ എഴുതാപ്പുറം വായിക്കുന്നവനല്ല. പക്ഷെ ഒരു വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന അതിൻ്റെ ആത്മാവിനെ കാണാനുള്ള കൃപ ഭാഗ്യവശാൽ കർത്താവ് തന്നതുകൊണ്ട് പറയാം, ഈ മനുഷ്യൻ, ഈ രാജാവിന് അവിടെ പോകേണ്ട കാര്യമില്ല. പക്ഷെ ദൈവം അവിടെ വരുത്തിയതാണ്. ഞാൻ ഇന്ന് രാത്രി പറയാം, രാവിലെ രാജാവ് അവിടെ വന്നു. സ്തോത്രം. ഒരു മണ്ടനെ പോലെ തലേ ദിവസം രാത്രി സിംഹങ്ങളുടെ, ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ, വലിച്ചെറിഞ്ഞു വിട്ട് കൊടുത്ത താഴെ വീഴാതെ, ഇറച്ചിയിലും മണ്ണ് പോലും പറ്റാതെ അന്തരീക്ഷത്തിലിട്ട് കടിച്ചു പറിച്ച് അസ്ഥി കൂടി കടിച്ചു തിന്നാൻ കരുത്തുള്ള സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്തേക്ക് ഇട്ടുകൊടുത്തവന് നേരം വെളുത്തിട്ട് വിളിച്ചാൽ സ്തോത്രം വിളിയേക്കോ. എങ്കിലും ആ മനുഷ്യനെ കൊണ്ട് ദൈവം വിളിപ്പിച്ചു. സ്തോത്രം. വിളിപ്പിച്ചു. വിളിച്ചപ്പോൾ അകത്തു നിന്ന് തിരിച്ചു കേൾക്കുകയാണ്, രാജാവ് ശുഭമായിരിക്കട്ടെ. നിനക്ക് സിംഹങ്ങൾ ഒരു കേടും വരുത്തിയില്ലേ? ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിച്ചിരുന്നത് കൊണ്ട് സിംഹങ്ങൾ എനിക്കൊരു കേടും വരുത്തിയില്ല.
എൻ്റെ ഭാവന പറയാം. രാജാവ് തിരിഞ്ഞോടി. തലേ ദിവസം മുദ്ര വെച്ച മഹത്തുക്കളുടെ ആലോചന ചോദിക്കാതെ ആരാച്ചാരന്മാരെ പോലെ ഈ സിംഹത്തെ പോറ്റിപ്പുറത്തുന്നവരെ വിളിച്ചോണ്ട് വന്ന് മുദ്രകൾ പൊട്ടിച്ച് കല്ലുരുട്ടി മാറ്റി ഒരു കേടും പറ്റാത്ത ദാനിയേലിനെ ഒരുപക്ഷെ രാവിലെ ഒരു 7-8 മണിക്കുള്ളിൽ പുറത്തെത്തിച്ചു. ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണിക്ക് സിംഹത്തിന്റെ വായടച്ച് സിംഹം ഒന്ന് മണത്തു നോക്കുക പോലും ചെയ്യാതിരുന്നത് ദാനിയേലിനെ സംബന്ധിച്ച് രക്ഷയായിരുന്നെങ്കിൽ നേരം വെളുത്ത് 8 മണിക്കുള്ളിൽ രാജാവിന്റെ കൽപ്പന പ്രകാരം അവനെതിരെ വെച്ച സീലുകൾ പൊട്ടിച്ച് ആ കല്ലുരുട്ടി മാറ്റി അവനെ അതിനകത്തുനിന്ന് പുറത്തെടുത്തത് ദാനിയേലിനെ സംബന്ധിച്ച് വിടുതലാണ്. ഈ രാത്രി രക്ഷയും വിടുതലും ഒരുപോലെ തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞതല്ല. കണ്ടു നിന്ന സാക്ഷികൾ പറയുന്നു. എത്ര വിധിച്ചു തള്ളിയാലും, എത്ര ഇല്ലാതാക്കാൻ നോക്കിയാലും, രക്ഷിക്കാനും വിടുവിക്കാനും ഒരു ദൈവമുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങൾ ചിലരെ നോക്കി ആത്മാവിൽ പറയാ, ശത്രുവിന്റെ ആശ, അവരുടെ പ്ലാനുകൾ നിന്റെ മേൽ നടക്കത്തില്ല. ഈ 2 വാക്കുകൾ മറക്കരുത്. രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവത്തെ മറക്കരുത്. ആ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പങ്കാളികളായാൽ രക്ഷയും വിടുതലും തരാൻ ഈ ദൈവം കരുത്തനാണെന്നേ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നലകളിൽ രക്ഷ അതിന് വില കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാപിച്ചവരാണ് നിങ്ങളെങ്കിൽ ഇന്നൊരു വിഷയത്തിന് മുമ്പിൽ ഇനി എന്താ ചെയ്യണ്ടേ, ഇനി ആര് സഹായിക്കും എന്നറിയാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലേ. നിങ്ങളുടെ പേര് സ്വർഗത്തിലില്ലേ. നിങ്ങൾ കർത്താവിൻ്റെ മക്കളല്ലേ. നിങ്ങളെ വിടുവിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ദൈവം നിശ്ചയിക്കും. അതിന് എത്ര വലിയ വിഷയമാണെങ്കിലും ദൈവം അത് ചെയ്തിരിക്കും. കർത്താവിനെ കൊണ്ടത് സാധിക്കും. ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ഒരു തെളിവോടെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് പറയാം. സ്തോത്രം. ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കാം. രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവം. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടു വയ്ക്കുന്നതെല്ലാം സിമ്പിളായ കാര്യങ്ങളാണ്. സ്തോത്രം. 400 വർഷങ്ങൾ അടിമകളായി കിടന്ന അവരെ അവരുടെ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ടിട്ട് ദൈവം രക്ഷിക്കാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ദൈവം മോശയെ കണ്ടെത്തി മോശയെ പറഞ്ഞയക്കുക. മോശ അവിടെ ചെന്ന് ഒരു അണ്ടർഗ്രൗണ്ട് വർക്ക് നടത്തി ആളുകളെ സംഘടിപ്പിച്ച് ചാടിപ്പോകുന്നത് പോലെ ചാടിപ്പോരുമല്ല ചെയ്തത്. അവിടെ ദൈവമായ കർത്താവ് ഒരു പ്രോട്ടോക്കോൾ, ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അത് മറ്റൊന്നുമല്ല, അവിടെ നിന്ന് ഫറവോന്റെ രാജ്യത്ത് നിന്ന് പുറത്തു പോരാൻ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഒരു രാത്രി വിസിലടിക്കുമ്പോൾ ചാടിക്കോളം പറഞ്ഞല്ല അവിടെ നിന്നത്. അതിന് ഇങ്ങനെയാണ് അവിടുത്തെ വ്യവസ്ഥ വെച്ചത്. ആബീബ് മാസം 10-ാം തീയതി ഊനമില്ലാത്തൊരാടിനെ മാറ്റി കെട്ടിയിട്ട് 14-ാം തീയതി അതിനെ അറുത്തിട്ട് അതിൻ്റെ രക്തം കട്ലക്കാലുമേലും കുറുമുടിമേലും പുരട്ടിയിട്ട് അതിൻ്റെ മാംസം കയ്പ് ചീരിയോടുകൂടെ തിന്നണം. എന്നിട്ട് വേണം ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് ഒരുങ്ങി നിൽക്കാൻ. സ്തോത്രം. അല്ലാതെ ചുമ്മാ രാത്രി ഞാൻ വരും, ജീപ്പ് കൊണ്ടുവരും, കയറിക്കോളം പറഞ്ഞ പോലെ കയറ്റിക്കൊണ്ടുവരികയല്ല ചെയ്തത്. അവിടെ ചെയ്തത് ഒരു രക്ഷയുടെ പദ്ധതിയാണ്. അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാനൊക്കെ ആണെങ്കിൽ ദൈവത്തിന് ഇത്രയും വലിയ സംഭവമൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അവിടെ ഒരു രക്ഷയുടെ പദ്ധതി ഒരുങ്ങുക. പെസഹ കുഞ്ഞാടിനെ അറുത്തത്, സ്തോത്രം, ഇനി തൽക്കാലത്തേക്ക് ചെങ്കടൽ കയറുന്നവരെ ആഹാരമൊന്നും കിട്ടിയാലേ ഇവിടുന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞുകൊണ്ടാണോ? അങ്ങനെയൊന്നുമല്ല. പിന്നെ അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഇതകത്ത് കയറിയാൽ രക്ഷയായി. സ്തോത്രം. വ്യാഖ്യാനമനുസരിച്ച് കയ്പ് ചീരിയോടുകൂടെ അറുക്കപ്പെട്ട കുഞ്ഞാടകത്ത് ചെന്നാൽ അവരെ സംബന്ധിച്ച് രക്ഷയായി. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവർ ഇറങ്ങിത്തിരിച്ചു, പിടിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ. പക്ഷെ ചെങ്കടൽ തീരത്തേക്കെത്തി. ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ വിചാരിച്ചതുപോലല്ല. പ്രശ്നങ്ങൾ തീർന്നെന്ന് വിചാരിച്ച സ്ഥാനത്ത് ഫറവോൻ പുറകെ എത്തുകയാണ്.
അവിടെ വെച്ചൊരു വിടുതൽ കൂടെ കിട്ടാതെ ഈ ജനത്തിന് പുറത്ത് വരാൻ പറ്റിയില്ല, അതിര് കയറാൻ പറ്റിയില്ല. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന മോശയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ചെങ്കടൽ പിളർന്നതിനെ കുറിച്ച് വളരെ പ്രസിദ്ധമാണ് വേദപുസ്തകത്തിലെ ചരിത്രം. 5 ഭാഗത്ത് വ്യത്യസ്തമായ രീതിയിൽ ചെങ്കടൽ പിളർന്നത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. 5 ഭാഗത്ത്, എല്ലാം ഒരുപോലെ അല്ല, 5 ഭാഗത്ത്. അതിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ മാത്രമാണ് ഒരു പത്ര റിപ്പോർട്ടറെ പോലെ മോശ കടലിന് നേരെ വടി നീട്ടുമ്പോൾ ഒരു കിഴക്കൻ കാറ്റടിച്ച് കടൽ പിളർന്നു എന്നെഴുതിയിരിക്കുന്നത്. അത് ആയിരക്കണക്കിന് ആളുകൾ, അല്ല ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ് കടൽ പിളർന്നത്. സ്തോത്രം. മോശ വടി നീട്ടിയപ്പോൾ കടൽ 2ആയി പിളർന്നത്, കിഴക്കൻ കാറ്റ് വന്നത്. പക്ഷെ പിന്നീട് പല കാര്യങ്ങൾക്ക് വേണ്ടി ആ സംഭവം എഴുതിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ അധ്യായമായിരിക്കുന്ന 15-ാം അധ്യായം, 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ മോശ അക്കരെ കയറിയതിന് ശേഷം ആത്മാവിൽ പാടിയ ഒരു പാട്ടിന്റെ വരിക്കകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? 15-8, പുറപ്പാട് പുസ്തകം 15-8. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറപോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. 14-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാൻ വടി നീട്ടിയപ്പോൾ, മോശ വടി നീട്ടിയപ്പോൾ ഒരു കിഴക്കൻ കാറ്റ് വന്നെന്ന. 15-ാം അധ്യായം കടലിന് അക്കരെ കയറിയതിന് ശേഷം ആ പാട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത് മോശ നേരത്തെ എഴുതിക്കൊണ്ട് വന്നതല്ല. സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന് അവിടെ കയറിയതിന് ശേഷം മോശ ആത്മാവിൽ പാടുന്ന പാട്ടാണത്. അതിനകത്ത് രഹസ്യങ്ങളെ ഉള്ളൂ. അത് മാത്രം വായിച്ചാൽ, സ്തോത്രം, ആഴമേറിയ രഹസ്യങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട്, ഇതിന് മുമ്പൊന്നും കണ്ടില്ലാത്തത്. പക്ഷെ അവിടെ വെച്ച് മോശ പറയുക, അവിടെ വടിയില്ല, കിഴക്കൻ കാറ്റുമില്ല. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം ചിറ പോലെ നിന്നു, പ്രവാഹങ്ങൾ ഉറച്ചു, സമുദ്രം അതിന്റെ ആഴത്തിൽ ഉറച്ചുപോയെന്ന്. സ്തോത്രം. ഈ രാത്രി ഞാനൊരു കാര്യം പറയാം. സർവശക്തനായ ദൈവം പറയുന്നത് അനുസരിച്ച്, സ്തോത്രം, ആ നിലവാരത്തിൽ നീ മുന്നോട്ട് വന്നാൽ നീ കാണാത്ത മണ്ഡലത്തിൽ ദൈവം ചിലത് ചെയ്യും. നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ഈ കാണുന്നതൊക്കെ അറിയും. പക്ഷേ ഈ രാത്രിയിലെ ഈ യോഗത്തിന്റെ വിജയം പോലും ഇരിക്കുന്നത് കാണുന്ന വശത്തല്ല, കാണാത്ത വശത്താണ്. സ്തോത്രം. വടി നീട്ടാൻ പറഞ്ഞു, ഒരു പൊട്ടനെ പോലെ വടി നീട്ടി, ആളുകൾ കളിയാക്കി കാണും, കൂവിക്കാണും. പക്ഷെ വടി നീട്ടിയപ്പോൾ കിഴക്കൻ കാറ്റ് വന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ 15-ാം അധ്യായത്തിൽ പറയുന്നു, അത് വെറും ഒരു കിഴക്കൻ കാറ്റല്ലായിരുന്നു, ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസം കൊണ്ടാണ് ഈ വെള്ളം 2ആയി പിരിഞ്ഞത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം, സ്തോത്രം, രക്ഷയ്ക്ക് വില കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായാൽ, സ്വർഗത്തിലെ ദൈവത്തിന് നിന്റെ മുമ്പിൽ കിടക്കുന്ന വിഷയത്തെ JCB കൊണ്ടുവന്ന് തള്ളി മാറ്റണ്ട, ഒരു ഊത്തൂതിയാ മതി, നിന്റെ മുമ്പിൽ കിടക്കുന്ന വിഷയം 2ആയി പിരിയും. നിനക്കതിന്റെ ഇടയിലൂടെ സ്വർഗം വഴി തുറക്കാൻ ഇടയാകും. സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് രാത്രി വിടുതലിന്റെ പരിപാടി നമ്മളാരുമല്ല ചെയ്യുന്നത്, വിടുതലിന്റെ പരിപാടി ദൈവമാണ് ചെയ്യുന്നത്. അതെങ്ങനെ വേണമെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നതെന്ന്. രക്ഷയ്ക്ക് വേണ്ടി നീ അനുസരിക്കണം, അതിനു വേണ്ടി പറയുന്നത് കേൾക്കണം. അത്രയും കേൾക്കാമെങ്കിൽ ദൈവം, സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതികൾ ആരംഭിക്കും. 106-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ സങ്കീർത്തനം എഴുതിയ ആള് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സ്തോത്രം കടൽ വിടുന്നത്. 106-9 ദയവായിച്ച് കേൾപ്പിക്കും. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ നോക്കി. 106-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ മൂക്കിലെ ശ്വാസവും പറഞ്ഞില്ല, വടി നീട്ടിയതും പറഞ്ഞില്ല. അവിടെ പറഞ്ഞു, ദൈവം കടലിനെ നോക്കി കടലിനെ ശാസിച്ചു. ആ ശാസനയിൽ കടൽ ഉണങ്ങിപ്പോയെന്ന്, അവരെ മരുഭൂമിയിൽ കൂടെ നടത്തിയെന്ന്. സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, ബൈബിളിൽ അതിശോക്തിയില്ല. നമ്മളോട് ദൈവം പറയുന്നത് അനുസരിച്ചാൽ ദൈവം ചെയ്യേണ്ടത് ചെയ്യും. ഇന്ന് രാത്രി ചിലതിനെ ദൈവം ശാസിക്കും. നിന്റെ മുമ്പിൽ നിന്നെ തടഞ്ഞു നിൽക്കുന്ന വിഷയത്തെ എൻ്റെ ദൈവത്തിന് ഒറ്റ ശാസനക്കില്ല.
ചെങ്കടല് ശാസിച്ചപ്പോൾ കടൽ ഉണങ്ങി അടിത്തട്ടിൽ മണല് തെളിഞ്ഞെങ്കിൽ നിനക്കെതിരെ അടുത്ത കാലത്ത് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളുമായി നിന്നെ ചോദ്യം ചെയ്യുന്ന ശക്തിയെ ഉയരത്തിലിരുന്നു കൊണ്ട് ശാസിച്ചാൽ ഇന്ന് രാത്രി ദൈവം അത്തി ഉണങ്ങിയതുപോലെ ഉണങ്ങാനുള്ളതേ ഉള്ളൂ. ഈ രാത്രി നമ്മൾ അതൊന്നും പറഞ്ഞല്ല യോഗ അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ പറയാം, രക്ഷയ്ക്ക് വില കൊടുക്കാമെങ്കിൽ വിടുതലിന്റെ പരിപാടികൾ ഏത് വിധത്തിൽ വേണമെന്ന് സർവശക്തൻ നിശ്ചയിക്കും. അതിന് ദൈവത്തിന്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, സ്തോത്രം, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി ഊതണോ ശാസിക്കണോ ഇതൊക്കെ ദൈവം നിശ്ചയിക്കും. ദൈവം നിശ്ചയിക്കും. യെശയ്യാവ് രണ്ടിടത്ത് ചെങ്കടൽ വിടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടിടത്ത്. ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത് 63:12 ഞാൻ പറഞ്ഞുകൂടാതെ 63:12 അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, മോശയുടെ വലങ്കൈയിൽ ദൈവത്തിന്റെ ഭുജം ഇറങ്ങി വന്നു. സ്തോത്രം. അപ്പൊ 14 അധ്യായത്തിനകത്ത് മോശ വടിപിടിച്ച് നിൽക്കുന്നതേ കണ്ടോളൂ. 15 അധ്യായത്തിനകത്ത് വടിപിടിച്ച് നിൽക്കുമ്പോൾ ദൈവം ഊതിയതേ കണ്ടോളൂ. സങ്കീർത്തനം 106 മോശ വടിപിടിച്ച് നിൽക്കുമ്പോൾ ശാസിക്കുന്നതേ കണ്ടുള്ളൂ. പക്ഷെ യെശയ്യാ ദീർഘദർശി പ്രവചനത്തിൽ ആത്മക്കണ്ണുകൊണ്ട് കണ്ടു, ഈ വടി നീട്ടി നിൽക്കുമ്പോൾ ഇവന്റെ കൈയുടെ മീതെ ദൈവത്തിന്റെ ഭുജം ഇറങ്ങി വന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, രക്ഷയ്ക്ക് വേണ്ടി നീ പറയുന്നത് കേട്ടാൽ, സ്തോത്രം, നീ ചെയ്യുന്നതിന്റെ മീതെ ദൈവത്തിന്റെ കരമിറങ്ങി, ദൈവത്തിന്റെ ഭുജമിറങ്ങി ആ വിഷയത്തിന്റെ മേൽ സമ്പൂർണമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ വേറെ ആരുടെ കരം നിനക്ക് കൈത്താങ്ങലായി വന്നില്ലെങ്കിലും ഉയരത്തിലെ ഭുജമിറങ്ങി വന്നാൽ നീ പകച്ചു നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ, പതറി നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ, നിന്റെ മുമ്പിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജനം നിന്നെ വിമർശിച്ചു നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ ആരും കാണാതെ അത്യുന്നതന്റെ കരമിറങ്ങി വന്നാൽ പിന്നെ നീ ആരുടെ സഹായം തേടണ്ട. ആ കരമിറങ്ങി വരുന്നതോടുകൂടെ നിന്റെ മുമ്പിൽ വഴിയുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, മിസ്രൈമിൽ കിടക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി കുഞ്ഞാടിനെ മാറ്റിക്കെട്ടാൻ പറഞ്ഞാൽ, അതിനെ കയ്പ് ചീരയോടെ അകത്താക്കാൻ പറഞ്ഞാൽ, അതനുസരിച്ചാൽ പിന്നെ സംഭവിക്കുന്നതൊക്കെ നിന്റെ ബുദ്ധി എന്നല്ല, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്തോത്രം ഒരു കാര്യം കൂടി യെശയ്യാവ് ചെങ്കടൽ പിളർന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വായിച്ച് ഞാൻ ഈ രാത്രി സന്ദേശം അവസാനിപ്പിക്കാം. ബാക്കി തെളിവുകൾ ഞാൻ പറയാതിരിക്കാം. അത് യെശയ്യാ പ്രവചനം തന്നെ 51:9-10 അന്ന് ശ്രദ്ധിച്ചേക്കണം. വായിച്ചു കേൾപ്പിക്കുക. 51:9-10 വായിച്ചു. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. ശക്തി ധരിച്ചുകൊള്ളുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക, എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? ആരെ കുറിച്ച്, ആരുടെ കാര്യം ഈ പറയുന്ന യെശയ്യാവ്? സംഭവിക്കാനിരിക്കുന്നതല്ല, സംഭവിച്ചു കഴിഞ്ഞതാണ്. യെശയ്യാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചതല്ല, പൂർവകാലത്തെ പോലെ എഴുതിയിരിക്കുന്നത്. പൂർവകാലം ഏതാണെന്നറിയണമെങ്കിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തിനാണ് പൂർവകാലം എന്ന് വിളിക്കുന്നത്. മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള കാലഘട്ടത്തിന് ന്യായപ്രമാണ കാലം എന്നാണ് വിളിക്കുന്നത്. യേശുക്രിസ്തു മുതൽ കർത്താവിന്റെ മടങ്ങി വരെയുള്ള കാലത്തിന് സുപ്രസാദകാലം 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് സഭ എടുത്തുകൊള്ളപ്പെട്ടാൽ ഇവിടെ നടക്കാൻ പോകുന്ന 7 വർഷത്തെ മഹോപദ്രവകാലത്തിന് വേദപുസ്തകത്തിന്റെ ഭാഷ മഹാകഷ്ടകാലം, അല്ലെങ്കിൽ യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വാഴാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയുടെ കാലത്തിന് സഹസ്രാബ്ദകാലം എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ 5 കാലങ്ങളാണ് മനുഷ്യവംശത്തിൽ ലോകത്തിലുള്ളത്. അത് കഴിയുമ്പോൾ നിത്യത ആരംഭിക്കുക. അതിന് മുമ്പ് നിത്യതയായിരുന്നു. പൂർവകാല നിത്യതയ്ക്കും വരാനിരിക്കുന്ന നിത്യതയ്ക്കും ഇടയിൽ കിടക്കുന്ന 5 കാലങ്ങളാണ് പൂർവകാലം, ന്യായപ്രമാണകാലം, സുപ്രസാദകാലം, മഹോപദ്രവകാലം, സഹസ്രാബ്ദകാലം. അതുകൊണ്ട് കാലങ്ങൾ തീരും. ഇതിൽ ന്യായപ്രമാണകാലത്ത് ജീവിച്ചിരിക്കുന്ന യെശയ്യാവ്
പൂർവകാലത്ത് നടന്ന ഒരു സംഭവം പറയുകയാണ്. ആരോടാ പറയുന്നത്? യഹോവയോടല്ല. യഹോവയുടെ ഭുജമേ ഉണരുക. യഹോവയുടെ ഭുജം. യെശയ്യാ പ്രവചനത്തിന് ഒരു പ്രത്യേക ഫ്രേസാണ്, പ്രത്യേക പ്രയോഗമാണ് യഹോവയുടെ ഭുജം. അനവധി പ്രാവശ്യം യെശയ്യാ പ്രവചനത്തിൽ ആവർത്തിച്ചു വരുന്നു. ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നത് ഓരോ വാക്യം പരിശോധിച്ചാൽ അറിയാം. വേദപുസ്തക പരിജ്ഞാനികളായിരിക്കുന്ന നിങ്ങളുടെ നടുവിൽ ഒറ്റ വാക്യം പറഞ്ഞാൽ ചിലപ്പോൾ പിടികിട്ടുമായിരിക്കും. അത് യെശയ്യാവ് 53-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യമാണ്. ഞാൻ പറയാം, വായിക്കണ്ട. അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും. ആര്? യഹോവയുടെ ഭുജം ആരാണോ അവൻ ഇളയ തൈ പോലെയും, വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും. യെശയ്യാവ് 53-ാം അധ്യായം നമ്മുടെ കർത്താവല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? ആ കർത്താവിനെ പ്രവാചക ഭാഷയിൽ പറയുകയാണ്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ആരാണോ അവൻ ഇളയ തൈ പോലെ. യെശയ്യാവ് യഹോവയുടെ ഭുജമെന്ന് ഉദ്ദേശിക്കുന്ന, ഇനിയും തെളിവുണ്ട്, ഒത്തിരി തെളിവുകൾ. ആ യഹോവയുടെ ഭുജമെന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ആരുമല്ല, കർത്താവിനെയാണ്. അങ്ങനെയാണെങ്കിൽ യെശയ്യാവ് ആരോടാ പറയുന്നത്? യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിക്കുക, പൂർവകാലത്തെ പോലെ ഒരിക്കൽ കൂടി ഉണരുക. രഹബിനെ വെട്ടിയത് നീയല്ലേ? മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലേ? അങ്ങനെയല്ലേ വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് ആഴിയിലെ വെള്ളത്തെ വറ്റിച്ചുണങ്ങിയ നിലമാക്കിയത് നീയല്ലേ എന്ന് രാത്രി മനസ്സിലാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ചെങ്കടൽ കടക്കുന്നതിനിടയിൽ നമ്മൾ ആരും കാണാത്ത ചില കാര്യങ്ങൾ ആ കടൽ തീരത്ത് നടന്നു. അത് മറ്റൊന്നുമല്ല, പ്രവാചകൻ പറയുന്നു, രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്കുകളുടെ അർത്ഥങ്ങളെല്ലാം വിശദീകരിച്ചു കൊണ്ടുവരാൻ സമയമെടുക്കും. രഹബ് ദ മാസ്റ്റർ ഓഫ് സീ എന്നാണ് ബൈബിൾ നിഘണ്ടു അതിന് കൊടുത്തിരിക്കുന്നത്, കടലിന്റെ നായകൻ. സ്തോത്രം. ഈ യഹോവയുടെ ഭുജം ആരാണോ, യഹോവയുടെ ഭുജം ഇറങ്ങി വന്നിട്ട് ഈ കടലിന്റെ നായകനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി. ഈ വെട്ടേണ്ടവനെ വെട്ടുകയും കുത്തേണ്ടവനെ കുത്തുകയും ചെയ്തപ്പോൾ സ്തോത്രം, വീണ്ടെടുക്കപ്പെട്ടവർക്ക് കടന്നു പോകാൻ സമുദ്രത്തിന്റെ ആഴത്തിൽ വഴിയായെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിടുതൽ ഉണ്ടാക്കുന്നത് ദൈവമാണ്. അതിനെന്ത് ചെയ്യണമെന്ന് നമ്മൾ ആരും ദൈവത്തിന് ക്ലാസ് എടുക്കണ്ട. അത് നമ്മൾ ആരുടെയും പുറകെ പോയി ചോദിക്കണ്ട. ഞങ്ങൾ വിടുവിക്കപ്പെടാൻ എന്ത് ചെയ്യണം ചോദിക്കണ്ട. നീ ചോദിക്കേണ്ടതും അറിയേണ്ടതും സ്തോത്രം, രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം. രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് രാത്രികാലം നിന്റെ ജീവിതം മാറ്റിവെച്ചാൽ പുറകെ വരുന്ന വിഷയങ്ങളെല്ലാം വഴി തുറന്നു തരാൻ ആരെ വിട്ട് യുദ്ധം ചെയ്യണോ, ആരെയൊക്കെ വെട്ടിമാറ്റണോ, അതൊക്കെ ദൈവം നിശ്ചയിക്കും. അന്ധകാര മണ്ഡലത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന രഹബിന്റെ ശക്തി പോലെ വ്യാപരിക്കുന്ന ചില ശക്തികളെ ഇന്ന് രാത്രികാലം ആശീർവാദത്തിന് മുമ്പ് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വന്ന്, ആ യുദ്ധവീരൻ ഇറങ്ങി വന്ന്, വിശ്വസിക്കുന്നവർക്കല്ല, രക്ഷയെ സ്വീകരിക്കുന്നവർക്ക്, അവർക്ക് വേണ്ടി വിടുതലിന്റെ പദ്ധതികൾ കർത്താവ് ചെയ്യും. സ്തോത്രം. എന്റെ ചോദ്യം ഇന്ന് രാത്രി അവസാനിപ്പിക്കുമ്പോൾ ഇതാണ്: കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന്റെയും ഭൂമിയുടെ മധ്യത്തിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, അതിനുവേണ്ടി മാത്രം ക്രൂശിൽ തകർക്കപ്പെട്ടവനാ കർത്താവ്. നമ്മൾ പാടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രാർത്ഥനാ യോഗത്തിന് പോകാൻ തുടങ്ങി, പൗരുഷം കാണാൻ തുടങ്ങി, ഇതൊക്കെ ശരിയാ. പക്ഷെ ക്രൂശിൽ മരിച്ചവൻ മനുഷ്യന് വിഭാവന ചെയ്ത രക്ഷ, ആ രക്ഷയ്ക്ക് ഇന്ന് രാത്രികാലം പാത്രീഭൂതരായിട്ടുണ്ടോ? അത് ഉറപ്പാക്കിയാൽ വിടുതലിന്റെ പരിപാടികൾ ഇന്ന് രാത്രി മുതൽ ദൈവം ചെയ്യും. അത് ഞാൻ ഇത്രയും നേരം പറഞ്ഞതുപോലെ അത് നമ്മുടെ കൈപ്പിടി നിൽക്കുന്നതല്ല. അതിന് എന്ത് ചെയ്യണമെന്ന് ദൈവം നിശ്ചയിക്കും. അതിന്ന് രാത്രി ദൈവം തുടങ്ങും. സ്തോത്രം. സർവശക്തൻ ആത്മമണ്ഡലത്തിൽ യുദ്ധം ആരംഭിക്കും. ചിലരൊക്കെ ദൈവത്തിൻ്റെ പിടിയിൽ അമരും. നിനക്ക് എത്തേണ്ടിടത്തെത്താനുള്ള വഴി ദൈവം തുറക്കും. പക്ഷേ ഈ രാത്രികാലം രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവൻ നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയ്ക്ക് വേണ്ടി
അതിനു വേണ്ടി പിടിച്ചു നിൽക്കാൻ ദൈവസന്നിധിയിൽ മനസ്സ് വെക്കാമെങ്കിൽ ബാക്കി ദൈവം ചെയ്യും. ഈ രാത്രിക്കാലം നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. നിങ്ങൾ ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകത്തില്ലെങ്കിൽ ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. പോകാനാ പ്ലാനെങ്കിൽ ഇരിക്കുക നല്ലത്. സ്തോത്രം. പോകത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, രീതിയുണ്ട്, നമ്മൾ ശീലിച്ചതേ. സ്തോത്രം. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ആരെയും കാണാതെ കണ്ണും കാണിച്ച് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇരിക്കുക നല്ലത്. സ്തോത്രം. ഒരു 2-3 മിനിറ്റോടെ. അതല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണം. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഒരുപക്ഷെ നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടി ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷെ 2 മിനിറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് ജാഗരിക്കണം. ആരെയും പ്രത്യേകിച്ച് ക്ഷണിക്കാനോ മുന്നോട്ട് വിളിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. പക്ഷെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രികാലം വിവേചിച്ച് കാര്യം മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും പരിഹരിക്കപ്പെടാത്ത വിഷയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കേട്ടത് രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവൻ. അതിന് നമ്മളൊന്നും മുടക്കണ്ട, രണ്ടും ദൈവ ചെയ്യുന്നത്. പക്ഷെ ആദ്യം രക്ഷ നീ റിസീവ് ചെയ്താൽ വിടുതലിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യും. എത്ര വലിയ കല്ലുരുട്ടി മാറ്റണോ, എത്ര തരം മുദ്രകൾ പൊട്ടിക്കണോ, ആരെ വിട്ടത് വിടുതലിലേക്ക് നയിക്കണോ, ഇതൊക്കെ കർത്താവ് ചെയ്യും. ഈ രാത്രി എഴുന്നേറ്റ് നിൽക്കുന്നവർ സ്തോത്രത്തിൽ ജാഗരിച്ച് നിൽക്കട്ടെ. നിങ്ങളുടെ ആത്മാവ് ഇന്ന് രാത്രികാലം ഞാൻ ഇതെല്ലാം കഴിഞ്ഞതാണെന്ന് ഓർത്ത് നിൽക്കുന്നെങ്കിൽ നല്ലത്. പക്ഷേ ഇന്ന് രാത്രി ആർക്കോ വേണ്ടി ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് രാത്രി അങ്ങയുടെ പുത്രൻ മുഖാന്തരം മനുഷ്യർക്ക് ദൈവം ഒരുക്കിയ രക്ഷയ്ക്ക് ഈ രാത്രി ഞാൻ വിധേയപ്പെടുകയാണ്. എന്നെ കൂടി നോക്കണമേ, എൻ്റെ മേൽ അങ്ങയുടെ കണ്ണ് പതിയണമേ എന്നിന്ന് രാത്രികാലം പറയാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ദാനിയേലിന്റെ കേസ് പറഞ്ഞതുപോലെ ഇതൊരു രാത്രിയാണ്. നാളെ സൂര്യോദയം കഴിയുമ്പോൾ നിന്റെ കാതിൽ കേൾക്കാൻ പോകുന്നത് വിടുതലിന്റെ വിളിയായിരിക്കാം. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നവർ, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. വിടുവിക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. പക്ഷെ വിടുതൽ മാത്രം തരാനല്ല അവൻ ഇവിടെ ഇറങ്ങി വരുന്നത്, രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുവാൻ അവൻ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. എത്ര പേർ സ്തോത്രത്തിൽ ജാഗരിച്ച് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവസ്ഥനിൽ നിൽക്കാനിടയാകും. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് ചെങ്കടൽ തീരത്ത് നിൽക്കുന്നത് പോലെ നിൽക്കുന്നവർ ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ പറഞ്ഞ് ഭാരപ്പെടാതെ പറഞ്ഞ്, അന്ന് മോശയ്ക്ക് നേരിടേണ്ടി വന്നത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗസ്ഥനായ ദൈവത്തിന് മുമ്പിൽ പറ, കർത്താവേ, ഞാനൊരു പൊട്ടനെ പോലെ ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അത് ഞാൻ വിശ്വസ്തയോടെ നീട്ടിപ്പിടിക്കാം. ഇതിന് മീതെ വരേണ്ടതല്ല, സ്വർഗം വരുത്തുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ നിന്റെ മേൽ ദൈവത്തിന്റെ ഭുജമിറങ്ങട്ടെ. നിനക്ക് വേണ്ടി ദൈവ പ്രവർത്തികൾ ചെയ്യട്ടെ. നീ അറിയാതെ യഹോവയുടെ ഭുജം ഇവിടെ ഇറങ്ങി വന്ന് ചിലതിനെ വെട്ടിമാറ്റട്ടെ. സ്വർഗം ചിലതിനെ കുത്തിക്കളയട്ടെ. അങ്ങനെ സ്തോത്ര ഇന്ന് രാത്രി വലിയ പെരുവെള്ളങ്ങൾ ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. വീണ്ടെടുക്കപ്പെട്ടവർ ഇന്ന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ പറ, ആ പേര് ഒന്നോടെ പറയാൻ പറ, ഞാൻ വിളിച്ചു പറയാം. ആർക്ക് വേണ്ടി? ലോകത്തിൽ 850 കോടി ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയല്ല. സ്തോത്രം. ദൈവഭക്തനായി എന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല. ഈശ്വര വിശ്വാസിയാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല. അന്ന് 14-ാം തീയതി പെസഹ കുഞ്ഞാടിന് സ്തോത്ര കയ്പ് ചീരയോടുകൂടെ ഭക്ഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് വീണ്ടെടുപ്പ് നടന്നു. വീണ്ടെടുപ്പ് നടന്നാൽ അവർക്ക് വേണ്ടി, വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗം ചില വഴികൾ തുറക്കും. അതിനിന്ന് രാത്രി ശക്തമായിട്ടൊരു ആഹ്വാനം ദൈവം തരികയാണ്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചേ, കർത്താവിന്റെ കയ്യിലേക്ക് സമർപ്പിച്ചേ. ഈ രാത്രികാലം ദൈവം ചിലതിൻ്റെ വായടച്ചു കളയും. കർത്താവ് ചില വഴികൾ തുറന്നു തരും. രക്ഷിക്കപ്പെട്ടവർ ഇന്ന് രാത്രികാലം ഇതിനകത്തുണ്ടെങ്കിൽ അവർ ദൈവത്തോട് സ്തോത്രം പറഞ്ഞ് വിശ്വസിക്കുക. അടച്ചു വെച്ച വഴികളെ ദൈവം തുറക്കുക. ശത്രു മുദ്ര വെച്ച കേസുകളെ പൊട്ടിക്കുക.
ദൈവാത്മാവ് ഇന്ന് രാത്രികാലം അതിരിങ്കൽ വെച്ചൊരു യുദ്ധം നടക്കാൻ പോകുകയാ. നീ അതിര് കടന്ന് കയറാൻ പോകുകയാ. അടുത്ത മണ്ഡലത്തിലേക്ക് കയറാൻ പോകുകയാ. മേഘം തണലേകുന്ന മരുഭൂമി, മഞ്ഞ പെയ്തിറങ്ങുന്ന മരുഭൂമി, തീക്കൽ പാറയിലെ വെള്ളം ഒലിച്ചു വരുന്ന മരുഭൂമി, അവിടേക്ക് നീ എൻട്രി ചെയ്യാൻ പോകുകയാ. അതിനു മുമ്പ് ഒരു പോരാട്ടമുണ്ട്, അതിനു മുമ്പ് ഒരു യുദ്ധമുണ്ട്. അത് നീയല്ല ചെയ്യുന്നത്, അത് യഹോവയുടെ ഭുജമാണ് ചെയ്യുന്നത്. ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ന് രാത്രി തയ്യാറായാൽ സ്വർഗ്ഗം അത് ഒരുക്കുകയാണെന്ന്. എല്ലാവരും ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യ്. ഈ അന്തരീക്ഷത്തിൽ, ഈ പ്രദേശത്ത് ഒരു 5 മൈൽ ചുറ്റളവിൽ ഇന്ന് രാത്രി വ്യാപരിച്ചു നിൽക്കുന്ന സകല രഹബിന്റെ ശക്തി പോലെ ദേശത്തെ ഭരിക്കുന്ന, കുടുംബങ്ങളുടെ മേൽ നോട്ടം വെച്ചിരിക്കുന്ന, ചിലർ എന്ത് ചെയ്താലും ഉയരാതിരിക്കാൻ ചവിട്ടി പിടിച്ചിരിക്കുന്ന ചില വ്യാപാര ശക്തികളെ, ആ മഹാസർപ്പത്തിന്റെ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി കുത്തേണ്ടവൻ ഇറങ്ങി വരട്ടെ, വെട്ടേണ്ടവൻ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുമ്പോൾ സ്വർഗ്ഗം അത് ചെയ്യട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസം. കർത്താവേ, ഈ കരമടിച്ച് ആരാധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് ഇന്ന് രാത്രി ഒന്നിച്ചു കൂടി മൗനമായിരിക്കുകയല്ല, ഒരു പരീക്ഷ മനസ്സോടിരിക്കുകയല്ല, അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ സ്തുതിക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയനെ ഇവിടെ വിട്ട ദൈവമേ, ഈ ദൂത് ഇവിടെ പറയിപ്പിച്ച ദൈവമേ, ഇന്ന് രാത്രി എന്റെ ദൈവം രക്ഷിക്കുന്നവൻ മാത്രമല്ല വിടുവിക്കുന്നവനും കൂടിയാണെന്ന് തെളിയിക്കാൻ ഒരു കൊല്ലം ഞങ്ങൾക്ക് തന്നിരിക്കുക. ഈ ആണ്ടിൽ തെളിയൂ, ഞങ്ങളുടെ കർത്താവ് രക്ഷ തന്നവൻ വിടുതലും തരുമെന്ന്. അത് ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ പരിസരത്ത് എവിടെയെങ്കിലും രക്ഷയെ കൊതിക്കുന്നവരുണ്ടെങ്കിൽ, അവർക്കിതിന്റെ ദൈവശാസ്ത്രം ഒന്നും അറിയില്ലായിരിക്കും. ഈ സന്ദേശം കേട്ടതുകൊണ്ട് എനിക്കവിടെ രക്ഷപ്പെട്ടാ കൊള്ളാം എന്നാഗ്രഹിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാ ഹൃദയങ്ങളും അറിയുന്ന ദൈവമേ, ഞങ്ങളെല്ലാവരും കൂടി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ നാട്ടിൽ ദൈവം കണ്ടുവെച്ചത് ആരെയൊക്കെയാണോ അവരുടെ മേൽ ദൈവത്തിന്റെ കണ്ണ് പതിയട്ടെ. അവരെ ഇന്ന് രാത്രികാലം സിംഹത്തിന്റെ വായടച്ചതുപോലെ ഇനി ആക്രമിക്കാൻ നിൽക്കുന്ന ശക്തികൾക്ക് അനുവാദമില്ലാതെ അങ്ങയുടെ രക്ഷ അവരനുഭവിക്കട്ടെ. അവരുടെ വീണ്ടെടുപ്പ് ഉറപ്പാക്കട്ടെ. അത് നിമിത്തം വിടുതലുകൾ ആരംഭിക്കട്ടെ. ഈ ഭവനത്തിനായി, ഇവിടെ പാർക്കുന്നവർക്കായി, ഇവിടുത്തെ സഭയ്ക്കായി, ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കുമായി സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഞാൻ അനുഗ്രഹിച്ചിട്ട് പോകുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.